എല്ലാവർക്കും എന്നോട് വണക്കം. ഇന്നേക്ക് നമുക്കറിയാം ഡിസംബർ മാസം 13 2024 നമ്മളെ വിട്ടു പിരിയുകയാണ്. ദി ലാസ്റ്റ് മന്ത് ഓഫ് 2024. ലാസ്റ്റ് മന്ത് നവംബർ മാസത്തിൽ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം ആനിവേഴ്സറി, കമ്പനിയുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ ഡൽഹിയിൽ വെച്ചിട്ട് നടന്നു. 24ാമത് ആനിവേഴ്സറിയാണ് നടന്നത്. തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ഒരു എമറാൾഡ് ടോപ്പ് അച്ചീവർ ആയിട്ട് നമുക്ക് അവിടെ സെലിബ്രേഷൻ നടത്താൻ നമുക്ക് പറ്റി. അസ്ഗർ സാർ, അതുപോലെ തന്നെ മാരിയപ്പൻ സാറിനെ പോലുള്ള കുറെ നല്ല അച്ചീവേഴ്സിനെയും നമുക്ക് ആ ഒരു പ്രോഗ്രാമിൽ സെലിബ്രേഷൻ നടത്താൻ പറ്റി. തമിഴ്നാട് ശരിക്കും അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ആനിവേഴ്സറിയാണ് കഴിഞ്ഞ നവംബർ മാസത്തിൽ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സീനിയർ മോസ്റ്റ് ലീഡർ ശ്രീ കാമരാജ് സാർ, അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ മറ്റൊരു എമറാൾഡ് അസ്ഗർ സാർ, മാരിയപ്പൻ സാർ, അതുപോലെ തന്നെ ജഗദീശൻ സാർ, തമിഴ്നാട്ടിലെ എല്ലാ പേര് പറയാത്ത എല്ലാ നല്ലവരായ ടെക്നിക്കൽ അച്ചീവേഴ്സ്, റോയൽറ്റി അച്ചീവേഴ്സ് ആൻഡ് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എവരിബഡി, എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വെൽക്കം. ഈ വർഷം, പുതിയ സാമ്പത്തിക വർഷം, അതല്ലെങ്കിൽ ഈ ആനിവേഴ്സറിക്ക് ശേഷമുള്ള വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം RCMനെ സംബന്ധിച്ച് സിൽവർ ജൂബിലി ഇയർ ആണ്. 25th ആനിവേഴ്സറി ആഘോഷിക്കാൻ നമ്മളൊരു തയ്യാറെടുപ്പിലാണ്. ഇന്ത്യ മൊത്തം അതിനു വേണ്ടിയുള്ള ഒരു ശക്തമായ പ്രവർത്തനത്തിലാണ്. എല്ലാ സ്റ്റേറ്റിലെ ലീഡർമാരും ഈ വരുന്ന ആനിവേഴ്സറിയിൽ ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിനെ ഡൽഹി ആനിവേഴ്സറിയിൽ നിന്ന് TCGയുടെ കയ്യിൽ നിന്ന് ട്രോഫി വാങ്ങിക്കാൻ സജ്ജമായ രീതിയിൽ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അതിനുള്ളൊരു തയ്യാറെടുപ്പാണ്. തമിഴ്നാട് 24ാമത് ആനിവേഴ്സറിയിൽ ഏൺ ചെയ്തതിനെക്കാട്ടും വലിയ നേട്ടം നമുക്ക് 25ാമത് ആനിവേഴ്സറിയിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ ആരംഭിക്കണം. സെപ്റ്റംബർ മാസം 31-ാം തീയതി 2025 സെപ്റ്റംബർ മാസം 31-ാം തീയതി അവർ 30-ാം തീയതി ക്ലോസ് ചെയ്യുന്ന ബിസിനസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആനിവേഴ്സറി സെലിബ്രേഷന് റെക്കഗ്നേഷൻ കിട്ടുക. നമുക്കറിയാം അടുത്ത ആനിവേഴ്സറി റെക്കഗ്നേഷൻ നമുക്ക് TCGയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പാകെ നമുക്ക് ഏറ്റുവാങ്ങണമെങ്കിൽ മിനിമം നമ്മളൊരു പേൾ അച്ചീവർ എങ്കിലും ആവണം. ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വരെ ഒരു പേൾ ആവുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വെരി സിമ്പിൾ. ഒരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് ആവാൻ പറ്റുന്ന സുന്ദരമായിട്ടുള്ള ഒരു പ്ലാനാണ് RCMന്റെ പ്ലാൻ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഇന്നത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരാത്ത തമിഴ്നാട്ടിലെ നല്ല ഒരുപടി ആളുകളെ നമുക്ക് അച്ചീവർമാരായിട്ട് ഡൽഹി ആനിവേഴ്സറിക്ക് കൊണ്ടുപോകാം. സിൽവർ ജൂബിലി ആനിവേഴ്സറി കഴിയുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിനെ വേദിയിൽ കയറ്റിയ സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു പേര് നമുക്ക് തമിഴ്നാട് നേടിയെടുക്കണം എന്നുള്ളൊരു വാശിയോടുകൂടിയുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടക്കണം. അതിനുള്ള ഒരു 2024 ലാസ്റ്റ് മന്താണ് ഡിസംബർ. ഈ കഴിഞ്ഞ 11 മാസം നമുക്ക് കിട്ടാത്ത അച്ചീവ്മെന്റ് ഈ ഡിസംബർ മാസത്തിൽ നമ്മൾ ഏൺ ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മൈക്ക് ഞാൻ രാജ് സാറിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഓവർ ടു യു രാജ് സാർ. ജയ് RCM. வணக்கம். தமிழ்நாட்டில் இருக்கிற அனைவருக்கும் நம்முடைய சுஜி சார் வந்து வணக்கத்தை சொல்லி இன்னைக்கு ஆரம்பிச்சிருக்காங்க. ஸோ அதில் சார் சொன்ன ஒரு நல்ல ஒரு விஷயம் என்ன அப்படின்னா, இந்த டிசம்பர், அதாவது 2024 நம்மை விட்டு பிரிய போகிறது. 2025 நம்ம வரவேற்கிற நிலைக்கு நம்ம வந்துட்டோம். ஸோ இந்த 2024 நம்மளை விட்டு பிரிந்து போன இந்த காலகட்டத்தில் பார்த்தீங்கன்னா, நம்முடைய RCMல வந்து பார்த்தீங்கன்னா ஒரு மிகப்பெரிய நவம்பர் மாதம் 24வது ஆண்டு விழாவை நாம் வந்து ரொம்ப சந்தோஷமாக கொண்டாடினோம். அந்த இதுல வந்து பாத்தீங்கன்னா நம்முடைய தமிழ்நாட்டுல இருந்து நிறைய லீடர்ஸ் வந்திருந்தாங்க. முக்கியமா பாத்தீங்கன்னா எமரால்டு நமது அஸ்கர் சாரு, அதுக்கப்புறம் பாத்தீங்கன்னா நம்முடைய மாரியப்பன் சாரு போன்ற லீடர்லாம் வந்து அங்க வந்து மேடையில வந்து கௌரவிக்கப்பட்டாங்க. ஸோ இதுல ஒரு முக்கியமான விஷயம் என்ன அங்க நடந்தது அப்படின்னு பாத்தீங்கன்னா, நம்முடைய TCG கையால அந்த விருதை நம்ம எல்லாருமே பெறதுக்கான வாய்ப்பு நம்ம தமிழ்நாட்டுல எல்லாருக்குமே இருக்குது. ஸோ அப்ப இந்த மாதத்துல வந்து பாத்தீங்கன்னா நிறைய பேர் வந்து நம்முடைய TCG கையால அவருடைய அணியில இருந்து லீடர்ஸ் வந்து பரிசு வாங்கணும், மிகப்பெரிய பின் லெவல்ல வரணும்னு சொல்லிட்டு அதற்கான முயற்சியை எடுத்துக்கொண்டு இருக்கிறாங்க. எப்ப அப்படின்னா, வருகிற 2025 நம்முடைய சில்வர் ஜூப்ளி ஆண்டு, RCM உடைய சில்வர் ஜூப்ளி ஆண்டுல வந்து நிறைய லீடர்களை மேடை ஏற்ற வேண்டும், அவருடைய அணியில இருந்து நிறைய மேடை ஏற்றி அந்த பின்ன வாங்கணும் அப்படிங்கிற ஒரு உத்வேகத்தோட எல்லாருமே வந்து இன்னைக்கு அதுக்காக தயாரெடுப்பு எடுத்துக்கொண்டிருக்கிறார்கள். அதே மாதிரி நம்ம தமிழ்நாட்டிலேயே உளப்பூர்வமாக நாமளும் வந்து முயற்சி செய்தா நம்முடைய அணியிலிருந்து நிறைய பேரை அந்த மேடையில ஏற்ற முடியும். காரணம் என்ன அப்படின்னா, தேர்ட் பின் அப்படிங்கிற பின் லெவல்ல வரவங்களுக்கு தான் அங்க மேடையில வந்து அவங்களுக்கு வந்து பாராட்டு கொடுக்கப்படுகிறது. அதற்கு வந்து பாத்தீங்கன்னா 2025 செப்டம்பர் மாதத்துல நம்ம செய்யக்கூடிய அச்சீவ்மெண்ட்டை வச்சுதான் அந்த பாராட்டு அவங்களுக்கு கொடுக்கப்படுகிறது. ஸோ இன்னைக்கு ஒருத்தர் இணைந்தா கூட
அந்த நம்முடைய ஆர்சிஎம்ல வந்து அந்த குறிப்பிட்ட நேரத்துல பிஎல் அப்படிங்கிற ஒரு பின் லெவல் அடையிறதுக்கான வாய்ப்புகள் அருமையான ஒரு பிளான் நம்முடைய ஆர்சிஎம்ல இருக்குது. ஸோ அதனால இன்னைக்கு தமிழ்நாட்டில் இருக்கக்கூடிய நம்முடைய கிரேட் காமராஜ் சாராக இருக்கட்டும், இல்ல அஸ்கர் சாராக இருக்கட்டும், மாரியப்பன் சார் போன்ற எல்லா லீடருக்கும் இன்னைக்கு அதற்கான ஒரு வாழ்த்து தெரிவித்து தமிழ்நாடு வந்து மிகப்பெரிய அளவுல அந்த மேடையில வந்து சவுத் இந்தியாவிலேயே தமிழ்நாட்டில் தான் அதிகமான லீடர்கள் அந்த மேடையில ஏறினாங்க அப்படிங்கிற ஒரு மிகப்பெரிய ஒரு பாராட்டை நம்ம பெறணும் அப்படின்னா அதற்கான முயற்சியை நம்ம இப்பவே ஆரம்பிக்கிறோம். ஸோ இந்த வருடத்துல நம்ம எதுலையுமே பண்ணா கூட இந்த டிசம்பர் மாதம், டிசம்பர் 13 ஆனா கூட இந்த அச்சீவ்மெண்ட்டை நம்மளால செய்ய முடியும். ஸோ அதற்கான தயாரெடுப்புல நம்ம இறங்கினோம் அப்படின்னா வருகிற சில்வர் ஜூப்ளில மிகப்பெரிய ஒரு விஷயத்தை நம்மளால செய்ய முடியும். எஸ் சார். ഓക്കെ, നമുക്കറിയാം നമ്മുടെ അച്ചീവ്മെന്റ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2005 ഞാൻ RCM തുടങ്ങുന്നത്. 2005 സൗത്ത് ഇന്ത്യയിലൊന്നും ആരും RCM ഇല്ല, സൗത്ത് ഇന്ത്യക്ക് ഔട്ട്ലെറ്റുകളില്ല. ആ സമയത്ത് രാജസ്ഥാനിൽ പോയി നേരിട്ട് പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഷോപ്പ് കോഴിക്കോട്, കേരളത്തിലെ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഓപ്പൺ ചെയ്ത് ആ ഷോപ്പിലൂടെ RCMന്റെ കോർ ടീമിലേക്ക് എത്തിയ ഒരാളാണ് ഞാൻ. ഷോപ്പ് വളരുന്ന കൂട്ടത്തിൽ ഞാൻ വളർന്നു, ഞാൻ വളരുന്ന കൂട്ടത്തിൽ ഷോപ്പ് വളർന്നു, ഷോപ്പുകളുടെ എണ്ണം വളർത്തിയെടുത്തു. ഈ കഴിഞ്ഞ മാസം ഇന്ത്യയിലെ ഏറ്റവും ടേൺ ഓവർ ചെയ്ത ഡിപ്പോ നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ ഡിപ്പോ ആണ്. 4.5 കോടിയുടെ ടേൺ ഓവർ ആണ് കഴിഞ്ഞ മാസം നമുക്ക് ചെയ്യാൻ പറ്റിയത്. അതിലൂടെ ഇന്ത്യാസ് നമ്പർ 1 ഡിപ്പോ എന്നുള്ള ആ ഒരു പേര് വീണ്ടും നമ്മൾ കേരളത്തിലേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് റെഗുലർ ആയിട്ട് നമ്മളത് മാറി മാറി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്കും കൊണ്ടുവരണം. തമിഴ്നാട്ടിൽ ഞങ്ങളൊക്കെ RCM തുടങ്ങുന്ന കാലഘട്ടത്തിൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട്, നമ്മുടെ ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് തരും, ഔട്ട്ലെറ്റുകൾ അലോട്ട് ചെയ്യും, പ്രൊഡക്റ്റുകളുടെ എണ്ണം കൂട്ടിത്തരും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമ്പനി ചെയ്തു വരുമെങ്കിലും ട്രെയിനിങ് രംഗത്ത് നമുക്ക് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നു, നമ്മളായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു, നമ്മളായിട്ട് ക്ലാസ് കൊടുക്കുന്നു. ഇന്ന് സിസ്റ്റം മൊത്തം മാറി. നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങുകളെക്കാട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ULP എന്നുള്ള പേരിൽ തരുന്നു. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പിക്കപ്പ് സെന്ററുകളിലും നമുക്ക് ULP ക്യുക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ പുതുതായിട്ട് വരുന്ന ജനറേഷനെ യുണീക്കായിട്ട് RCM എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. ആരൊക്കെ അതിനുള്ള തയ്യാറുണ്ടോ, ഏതൊക്കെ ഷോപ്പുകാർക്ക് അത് നടത്താൻ താല്പര്യമുണ്ടോ, എവറി മന്ത് വൺസ് നമുക്ക് ആ പ്രോഗ്രാം നമ്മളെ വണ്ടർ വേൾഡ് ക്യുക്കുകളിൽ നടത്താം. അത് നമുക്ക് ലീഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ കമ്പനിയുടെ ABM, തമിഴ്നാടിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ABMനെ ഡിപ്പെൻഡ് ചെയ്യാം. അതിലൂടെ നമുക്ക് അത് വളരെ ഭംഗിയായിട്ട് നടത്താം. അതുകൂടാതെ ഈ ULP ക്യുക്കിന്റെ ജ്യേഷ്ഠനാണ് ULPയെ സംബന്ധിച്ച് നമുക്കറിയാം. തമിഴ്നാട്ടിലെ 2 ULP ഓൾറെഡി കഴിഞ്ഞു. കഴിഞ്ഞ ULP വളരെ സ്ട്രെങ്തോട് കൂടിയിട്ടായിരുന്നു ചെന്നൈയിൽ നടന്നിരിക്കുന്നത്. ആ സ്ട്രെങ്ത് കണ്ടിട്ട് കമ്പനി മാനേജ്മെന്റ് ഈ പ്രാവശ്യം തമിഴ്നാടിന് 2 സ്ഥലങ്ങളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ചെന്നൈയിലും അതുപോലെ തന്നെ 2 ഡിണ്ടിഗലിലും. ഓൾറെഡി ജനുവരി അവസാനത്തോട് കൂടിയിട്ടാണ് കേരളത്തിലെ പ്രോഗ്രാം. ഫെബ്രുവരി മാസത്തിൽ അത് ചെന്നൈയിലും ഡിണ്ടിഗലിലും നടക്കും. അവിടുത്തെ ലീഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് സോണൽ മാനേജർ പ്രവീൺ കുമാർ സാറും അതുപോലെ തന്നെ ABM ദീപക്കും കൂടിയിട്ട് അതിനൊരു തീരുമാനത്തിലെത്തും. എന്തായാലും കഴിഞ്ഞ ULPയുടെ പെർഫോമൻസ് വളരെ ബെറ്റർ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തമിഴ്നാടിന് ഈ പ്രാവശ്യം 2 സ്ഥലങ്ങൾ കമ്പനി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് മാക്സിമം അച്ചീവേഴ്സിനെ ഈ പ്രാവശ്യം 2 സ്ഥലങ്ങളിലും ഉണ്ടാക്കാൻ പറ്റിയാൽ അടുത്ത പ്രാവശ്യം തമിഴ്നാടിന് 4 സ്ഥലങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ജസ്റ്റ് 1 ഇയർ കഴിയുമ്പോൾ തമിഴ്നാട്ടിൽ ചുരുങ്ങിയത് ഒരു 12 സ്ഥലങ്ങളിലെങ്കിലും ULP കമ്പനിയെ കൊണ്ട് നടത്താൻ പറ്റാവുന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രാമുകളിൽ സ്ട്രെങ്ത് കാണിക്കണം. അപ്പൊ ആ സ്ട്രെങ്ത് കാണിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ശക്തമായിട്ട് ടീമിനെ അതിന് സജ്ജരാക്കണം. ടീമിനെ സജ്ജമാക്കുക എന്ന് പറയുമ്പോൾ ഈ ULPയുടെ ടാർഗറ്റ് എന്തായിരുന്നു? ഒക്ടോബർ മാസത്തിൽ തുടങ്ങിയ ടാർഗറ്റ് ഡിസംബറിൽ അവസാനിക്കുകയാണ്. ഓരോ അസോസിയേറ്റ് ബയറും 1500 ഒക്ടോബറിലും 1500 നവംബറിലും 1500 ഡിസംബറിലും ചെയ്താൽ ആ ടോട്ടൽ ആ 3 മാസത്തേക്കും കൂടി PV 4500 ഉണ്ടെങ്കിൽ അവർക്ക് ഈ ULP പ്രോഗ്രാമിൽ പങ്കെടുക്കാം. അല്പം കൂടി ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളുകൾക്ക് 2500 PV റെഗുലർ ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ കൂടി അവരുടെ കൂടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാം. 5000 PV 3 മാസം ഒക്ടോബറും നവംബറും ഡിസംബറും ചെയ്ത ആളുകൾക്ക് 2 ആളുകളെ അഡീഷണൽ പങ്കെടുപ്പിക്കാം. അതാണ് അതിന്റെ പ്രത്യേകത. 2 ആളുകളെ നമുക്ക് പുറത്തുനിന്ന് അഡീഷണൽ പങ്കെടുപ്പിക്കാം. അത് നമ്മൾ RCM അസോസിയേറ്റ്സിനെ പങ്കെടുപ്പിക്കരുത്. കാരണം അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും അവർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അസോസിയേറ്റ്സിന് കൊടുക്കരുത്. നമ്മൾ RCMുമായിട്ട് ബന്ധമില്ലാത്ത നമ്മളെ 2 സുഹൃത്തുക്കളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചാൽ ഉറപ്പായിട്ടും ഈ ULP പ്രോഗ്രാം കഴിയുമ്പോഴേക്കും അവർ ഓൾറെഡി നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇനി നവംബർ മാസത്തിൽ ജോയിൻ ചെയ്ത ആളുകൾ ഓൾറെഡി ഒക്ടോബറിൽ ഇല്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1500 നവംബർ ഡിസംബറിൽ ചെയ്ത് അവർക്ക് ULP പ്രോഗ്രാമിൽ പങ്കെടുക്കാം. അഡീഷണൽ ആളെ പങ്കെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവർക്ക് ഇല്ല. ഇനി ഡിസംബർ റണ്ണിങ് മന്ത്, ഈ മാസത്തിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
അവർ വെറും 2500 പർച്ചേസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ മാസമോ അതിന് മുമ്പത്തെ മാസമോ ജോയിൻ ചെയ്ത ആളുകൾക്ക് പറ്റില്ല. ഈ മാസം ഫ്രഷ് ജോയിനിങ് വരുന്ന ആളാണെങ്കിൽ അവർക്ക് 2500 PV പർച്ചേസ് ചെയ്തുകൊണ്ട് ULP പ്രോഗ്രാമിൽ പങ്കെടുക്കാം. അപ്പൊ നമ്മുടെ ടീമിൽ നിന്ന് മാക്സിമം ആളുകളെ 2 സെക്ഷൻ ചെന്നൈയിലും ഡിണ്ടിഗലിലുമായിട്ട് നമ്മൾ പങ്കെടുപ്പിക്കണം. 2 പ്രോഗ്രാമും ഫിക്സ് ചെയ്യുന്ന ഓഡിറ്റോറിയം നിറഞ്ഞ് കവിയണം. അങ്ങനെ വരുമ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് 4 പ്രോഗ്രാം തമിഴ്നാടിന് വേണ്ടി വാങ്ങിക്കാൻ പറ്റും. ഓവർ ടു രാജ് സർ. தேங்க்யூ சார். இப்போ வந்து பார்த்தீங்கன்னா நமக்கு கம்பெனி வந்து நிறைய வாய்ப்புகள் நமக்கு கொடுக்குறாங்க. இப்போ என்ன எடுத்துக்கிட்டீங்க அப்படின்னா குமாராகி என்ன எடுத்துக்கிட்டீங்கன்னா நான் வந்து 2005 நான் வந்து RCMல வந்து இணைஞ்சேன். அப்ப இணையும் போது பாத்தீங்கன்னா தென்னிந்தியாவில் வந்து எந்த விதமான கடைகளுமே கிடையாது. ஸோ ராஜஸ்தான்ல நேரடியா போய் பொருட்களை எடுத்து வந்து இங்க ஒரு PUC அப்படின்னு சொல்லக்கூடிய ஒரு கடையை ஆரம்பிச்சேன். அந்த கடையின் மூலமாக இன்னைக்கு வந்து பாத்தீங்கன்னா தென்னிந்தியால நிறைய கடைகள் வந்து வளர ஆரம்பிச்சது. அந்த கடைகள் வளரும் போது நானும் சேர்ந்து வளர ஆரம்பிச்சேன், என்னுடைய அணியும் சேர்ந்து வளர ஆரம்பிச்சது. ஸோ அதனாலதான் பாத்தீங்கன்னா இன்னைக்கு இந்தியாவிலேயே வந்து மிகப்பெரிய அளவுல வந்து வியாபாரம் பண்ணக்கூடிய ஒரு டிப்போவா இருப்பது வந்து பாத்தீங்கன்னா கேரளாவில் இருக்கக்கூடிய திரிஷூர் டிப்போ. கிட்டத்தட்ட 4 கோடிக்கு மேல வந்து மாதம் வந்து ஒரு மிகப்பெரிய ஒரு வியாபாரத்தை வந்து உருவாக்கி இருக்காங்க. ஸோ அந்த அளவுக்கு தொடர்ந்து அந்த இடத்தை தக்க வச்சுக்கக்கூடிய ஒரு நிலைமையில இன்னைக்கு கேரளால இருக்க திரிஷூர் டிப்போ போயிட்டு இருக்கு. அதே மாதிரி தமிழ்நாட்டிலையும் இந்த வாய்ப்பை நம்ம உருவாக்கி எடுக்கணும். சோ அந்த உருவாக்கி எடுக்கிறதுக்கு நம்ம கம்பெனி கொடுத்த ஒரு பெரிய வாய்ப்பு என்ன அப்படின்னு பாத்தீங்கன்னா அதுதான் வந்து ULP குயிக் அப்படிங்க சொல்லக்கூடிய ஒரு விஷயம். ஏன் அப்படின்னா ஒரு காலத்துல வெறும் பொருட்கள் மட்டுமே கொடுத்துட்டு இருந்த கம்பெனி வேற எந்த விஷயத்தையும் நம்ம வந்து கம்பெனி வந்து எதிர்பார்க்க முடியல. இப்போ ஒரு மீட்டிங் நடத்துறதா இருந்தா கூட லீடர்கள் மட்டுமே அதற்கு அவங்களே ஒன்னா சேர்ந்துதான் இந்த மீட்டிங் போன்ற ப்ரோக்ராம் எல்லாம் நடத்திக்கிட்டு இருந்தாங்க. ஆனா இன்னைக்கு கம்பெனியே நேரடியாக வந்து நமக்கு வந்து ஒரு மிகப்பெரிய வாய்ப்பு வந்து நமக்கு கொடுத்திருக்காங்க இந்த மாதிரி ஒரு ப்ரோக்ராம் நடத்துறதுக்கு. அது ரொம்ப முக்கியமா இருக்கக்கூடிய ஒரு விஷயம் என்னன்னா ULP குயிக் அப்படின்னு சொல்லக்கூடிய ஒரு ப்ரோக்ராம். இது வந்து ஒவ்வொரு PUC நடத்தக்கூடிய ஒரு ப்ரோக்ராம். இதுக்கு வந்து பாத்தீங்கன்னா நம்முடைய ABM சொல்லக்கூடிய அந்த பிசினஸ் டெவலப்மெண்ட் மேனேஜர் தமிழ்நாட்டுக்கு யார் இருக்காரோ அவர் இதற்கான உதவியை நமக்கு வந்து பண்ணுவாரு. சோ ஒரு PUCல ஒரு மாதம் ஒரு ULP குயிக்கு நம்ம வந்து புதிதா நபர் இணைந்த நபர்ல வந்து உட்கார வச்சு அவங்களுக்கு சொல்லி கொடுத்தோம் அப்படின்னா மிகப்பெரிய அளவுல வியாபாரத்தை நமக்கு நடத்த முடியும். சோ இதே ULP குயிக்கு நம்ம நடத்தும் போது நம்முடைய வியாபாரம் நன்றாக மாறும். அதே நேரம் அதனுடைய அண்ணனாக சொல்லக்கூடிய ULP அப்படின்னு சொல்லக்கூடிய ஒரு ப்ரோக்ராம் இருக்குது. இந்த ப்ரோக்ராமுக்கு நம்ம வந்து புது நபர்களை கூட்டு வரும்போது இன்னும் நம்முடைய வியாபாரம் பெரிய அளவுல பழகி பெறதுக்கு வாய்ப்பு இருக்கு. அதற்கு ஒரு மிகச்சிறந்த உதாரணம் என்ன அப்படின்னு பாத்தீங்கன்னா நம்முடைய தமிழ்நாட்டுல இதுக்கு முன்னாடி 2 ULP ப்ரோக்ராம் நடந்திருக்கு. இந்த ULP ப்ரோக்ராம் நடத்த அதனுடைய அந்த பலத்தை பார்த்து எண்ணிக்கையுடைய பலத்தை பார்த்து வருகின்ற ULP வந்து பாத்தீங்கன்னா 2 இடங்கள்ல நடக்குது. ஒண்ணு வந்து பாத்தீங்கன்னா சென்னையிலையும் இன்னொன்னு வந்து திண்டுக்கல்லையும் நடக்குது. இது மாதிரி நிறைய இடங்கள்ல தமிழ்நாட்டுல கிட்டத்தட்ட இருக்கக்கூடிய எல்லா சிட்டிகளையும் 12 சிட்டிக்கு மேற்பட்ட இடங்கள்ல நடக்கிறதுக்கான வாய்ப்பை நம்ம உருவாக்கணும். எப்படி உருவாக்கணும்னா இங்க கொடுத்திருக்கக்கூடிய இந்த கிரைட்டீரியாவை நம்முடைய அணியில இருக்கிற நபர்களுக்கு சொல்லி கொடுத்து இதுல வர்றவங்களை அந்த ப்ரோக்ராம்ல உட்கார வச்சோம்னா ஒரு மிகப்பெரிய வாய்ப்பாக அவங்களுக்கு இருக்கும். அதற்கான வாய்ப்பு என்ன அப்படின்னு பாத்தீங்கன்னா ஒண்ணு இல்ல, இது வந்து நமக்கு கொடுத்துருக்கூடிய இந்த இதுல அக்டோபர் மாதம் நம்முடைய அணியில இருக்கக்கூடிய ஒரு நபர் 1500 PV செஞ்சிருந்தாங்கன்னா நவம்பர் டிசம்பர் மாதங்கள்ல தொடர்ந்து 1500 பண்ணும்போது அவங்க அந்த ULP ப்ரோக்ராம்ல அட்டன் பண்றதுக்காக தகுதி பெறுகிறார்கள். இரண்டாவது கொஞ்சம் அதிகமாக 2500 PV செய்யக்கூடிய நபர்களுக்கு தொடர்ந்து 2500 PV 3 மாதம் செய்யும் போது அவரும் ஒரு புது நபரையும் அவர் கூட சேர்த்து அந்த ப்ரோக்ராம்ல பங்கு பெற வைப்பதற்கான வாய்ப்பை நம்ம உருவாக்கி கொடுக்க முடியும். மூன்றாவதாக வந்து பாத்தீங்கன்னா 5000 PV செய்யக்கூடிய நபர்களுக்கு 2 புது நபர்களை கொண்டு வரதுக்கான வாய்ப்பையும் இந்த ULP ப்ரோக்ராம் மூலமா நம்ம உருவாக்கி கொள்ள முடியும். கடைசியாக பாத்தீங்கன்னா ஒரு நபர் அக்டோபர் மாதம் இணையவில்லை ஆனா நவம்பர் மாதம் இணைஞ்சிருக்காரு அப்படின்னா அவருக்கு 1500 PV டிசம்பர் மாசம் 1500 PV 3000 PV செஞ்சார்னா அவர் அந்த ULP ப்ரோக்ராம் வரலாம். இல்ல அந்த நபர் வந்து நவம்பர்லயும் இணையல ஆனா டிசம்பர் மாதத்துல புதிதா இணைஞ்சிருக்காருன்னா அவருக்கும் ஒரு பெரிய வாய்ப்பு கொடுக்குறாங்க. வெறும் 2500 PV நீங்க செய்யும் போது நீங்களும் அந்த ULP ப்ரோக்ராம்ல கலந்து கொள்வதற்கான வாய்ப்பு இருக்கு. இதுல ரொம்ப முக்கியமா நம்ம தெரிந்து கொள்ள வேண்டிய ஒரு விஷயம் என்ன அப்படின்னு பார்த்தோம்னா இந்த ULPக்கு நம்முடைய டீம்ல ஏற்கனவே வாய்ப்பு கொடுத்து அதை சரியாக பயன்படுத்தாத நபர்களை தயவு செய்து மறுபடியும் கூப்பிட்டு வர வேணாம். புதிய நபர்கள் நிறைய பேர் வெளியே வாய்ப்புக்காக காத்து கொண்டிருக்கிறார்கள். அந்த நபர்களை இந்த ப்ரோக்ராம்ல கூட்டு வந்தோம்னா கண்டிப்பாக அது ஒரு மிகப்பெரிய வாய்ப்பாக நமக்கு மாறி கொடுக்கிறதுக்கான வாய்ப்பு அதுல உருவாகும். அதனால தயவு செஞ்சு இந்த ULP ப்ரோக்ராம்களுக்கு புது நபர்களை கூட்டு வந்து இந்த வாய்ப்பை அவங்களுக்கு உருவாக்கி கொடுக்கலாம். எஸ் சார். சார் மியூட் ஆகி போய். ഓക്കെ 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 നെക്സ്റ്റ് കമ്പനി ഒരു ചെറിയ ഒരു അമെൻമെന്റ് വരുത്തിയിട്ടുണ്ട്. ഒക്ടോബറോ അതിന് മുമ്പോ ജോയിൻ ചെയ്ത ആളുകൾക്ക് 1500 PV അവർ ഒക്ടോബർ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് നവംബർ മാസത്തിൽ ചെറിയൊരു അമെൻമെന്റ് അവർ വരുത്തി.
അത് വരുത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി ഒക്ടോബർ അതിന് മുമ്പ് ആസിമിൽ ഉള്ള അസോസിയേറ്റ് ബയേഴ്സ് ആണെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ 1500 PV മന്ത്ലി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് നവംബർ മാസത്തിൽ 2500ഉം ഡിസംബർ മാസത്തിൽ 2500ഉം ചെയ്തുകൊണ്ട് അവർക്ക് ULP പങ്കെടുക്കാം. ഇനി അവർക്ക് ഒരാൾ അഡീഷണൽ പങ്കെടുപ്പിക്കണമെങ്കിൽ 2 മാസം അവർക്ക് 5000 ചെയ്തുകൊണ്ട് അവർക്ക് അഡീഷണൽ ഒരാളെ കൂടി പങ്കെടുപ്പിക്കാം. ഇനി 7500 ചെയ്യാൻ അവർ റെഡിയാണെങ്കിൽ അവർക്ക് അഡീഷണൽ 2 ആളെ പങ്കെടുപ്പിക്കാം. അങ്ങനെ ചെറിയൊരു അമെൻമെന്റ് ആ ഒരു പരിപാടിയിൽ അവർ വരുത്തിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്ന് ഞാൻ പറയും. അപ്പോൾ ഇതുകൂടി ഒന്ന് ഓർമ്മിക്കുക. എന്തെങ്കിലും കാരണവശാൽ ഒക്ടോബറോ അതിന് മുമ്പോ ജോയിൻ ചെയ്ത ആളുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അവർ നവംബറിൽ തൊട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ മാസം കൂടി കണ്ടിന്യൂ ചെയ്യാം. ഈ മാസം പുതുതായിട്ട് അതിൽ അമെൻമെന്റ് ഒന്നും നടത്തിയിട്ടില്ല. അപ്പൊ കഴിഞ്ഞ മാസമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്ക് ഈ ULPക്ക് ചാൻസ് ഉള്ളൂ. ഈ മാസം തൊട്ട് പ്രത്യേകിച്ച് ജോയിൻ ചെയ്ത ആളുകൾക്ക്, പുതുതായിട്ട് എൻട്രി വെച്ച് വരുന്ന ആളുകൾക്ക് മാത്രം 2500 PV ചെയ്തുകൊണ്ട് കയറി വരാം. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം, ഓർമ്മപ്പെടുത്തണം. ചെയ്തിരിക്കുന്ന ആളുകളെ പർച്ചേസ് യൂണിവർ ഗ്രൂപ്പിൽ പോയി റോയൽറ്റി ആൻഡ് അബോവ് ലീഡേഴ്സ് അതിന്റെ ലിസ്റ്റ് എടുത്ത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് അവരെ കൊണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യിപ്പിച്ച് അവരെ ഇതിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരു ഫോളോ അപ്പ് റോയൽറ്റി ആൻഡ് അബോവ് ലീഡേഴ്സ് നമ്മുടെ ടീമിൽ കൊടുത്താൽ നമുക്ക് മാക്സിമം ആളുകളെ പങ്കെടുപ്പിക്കാം. ഓവർ ടു രാജു. താങ്ക്സ്. ஸோ ஒரு ஸ்பெஷலா நமக்கு வந்து சிறப்பான ஒரு அனௌன்ஸ்மெண்ட் பண்ணியிருக்காங்க. என்ன அப்படின்னு பாத்தீங்கன்னா, இந்த அக்டோபர் மாதம், அதாவது இந்த அசோசியேட் பையர் நம்முடைய அணியில இருக்கிற நபர்கள் தவறி அவங்க தெரியாம இந்த வாய்ப்பை வந்து அவங்களுக்கு அது ரீச் ஆகாம இருந்ததுன்னா, அதை பண்ணாம விட்டுருந்தாங்க அப்படின்னா அவங்களுக்கு ஒரு வாய்ப்பாக கம்பெனி மறுபடியும் ஒரு சிறப்பான ஒரு அமெண்ட்மெண்ட் நமக்கு கொண்டு வந்திருக்காங்க. அந்த அனௌன்ஸ்மெண்ட் என்ன அப்படின்னு பார்த்தோம்னா, நவம்பர் மாதம், அதாவது அக்டோபர் மாதம் அவர் பண்ணாம விட்டுருந்தா கூட நவம்பர் மாதம் 2500 PVயும் டிசம்பர் மாதம் 2500 PVயும் பண்ணியிருந்தா அந்த நபர் ULP ப்ரோக்ராம்ல கலந்து கொள்வதற்கான வாய்ப்பை வந்து உருவாக்கி கொடுக்குறாங்க. ரெண்டாவது, அதே அக்டோபர்ல மிஸ் பண்ணியிருந்தவங்க நவம்பர்ல 5000ம் டிசம்பர்ல 5000ம் பண்ணியிருந்தாலும் அவங்களுக்கு 10000 PVயா செய்யும் போதும் ஒரு நபரை கூட்டு வர்றதுக்கான வாய்ப்பை வந்து உருவாக்கி கொடுக்குறாங்க. கடைசியாக இந்த நவம்பர் மாதமும் டிசம்பர் மாதமும் 7500 பண்றவங்களுக்கு 2 நபர்களை கூட்டு வரதுக்கான வாய்ப்பு கொடுத்திருக்காங்க. ஆனா அந்த நபர் போன மாதமும் பண்ணல, ஆனா இந்த டிசம்பர்ல பண்ணாங்கன்னா 2000 அவங்களுக்கு வாய்ப்பே கிடையாது. ஆல்ரெடி RCMல இருக்கு, எக்ஸிஸ்டிங் பையருக்கு. ஆனா புதிதாக ஒரு நபர் டிசம்பர் மாதத்துல அவர் இணைஞ்சிருந்தாருன்னா அவங்க 2500 PV செய்து இந்த ULP ப்ரோக்ராம்ல கலந்து கொள்ள முடியும். இதுதான் இதுல முக்கியமான ஒரு விஷயம். முக்கியமாக ராயல்டி அண்ட் அபவ் லீடர்ஸ், டெக்னிக்கல் லீடர்ஸ்க்காக வந்து சொல்லக்கூடிய ஒரு தகவல்னா, அவங்களுடைய சைட்ல இந்த யாரெல்லாம் வந்து இந்த பர்ச்சேஸ் லிஸ்ட்னு ஒரு லிஸ்ட் இருக்குது, அதுல போயிட்டு யாரெல்லாம் இந்த இதுல இருக்கிறாங்களோ அவங்களுக்கு எல்லாருக்கும் சொல்லி கொடுத்து இந்த ப்ரோக்ராம்ல கலந்து கொள்வதற்கான ஒரு வாய்ப்பை உருவாக்கி கொடுக்க வேண்டிய ஒரு மிகப்பெரிய பொறுப்பு யார் கையில இருக்குன்னா இந்த ராயல்டி அண்ட் அபவ் லீடர்ஸ் கையில இருக்கு. ஸோ அவங்க இந்த வாய்ப்பை அவங்களுக்கு എടുത്തു சொல்லலாம். യെസ് സർ. ഇനി അടുത്തൊരു അനൗൺസ്മെന്റ്, പ്രധാനമായിട്ടുള്ള അനൗൺസ്മെന്റ് പറയാനുള്ളത് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്. ന്യൂട്രിചാർജ് കമ്പനി നമുക്ക് വേണ്ടിയിട്ട് അടുത്ത ഏപ്രിൽ മാസം 2025 ഏപ്രിൽ മാസത്തില് ബോംബെയിലെ ഏറ്റവും വലിയ മനോഹരമായ ഏറ്റവും വലിയ ഓഡിറ്റോറിയമായിട്ടുള്ള ഷൺമുഖാനന്ദ ഓഡിറ്റോറിയത്തിൽ ഒരു മെഗാ സെലിബ്രേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് മാക്സിമം ആളുകളെ പ്രൊമോട്ട് ചെയ്യണം. ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ബോംബെ നഗരത്തില്, ഈ മഹാനഗരത്തില് ഈ ഒരു സുന്ദരമായ ന്യൂട്രിചാർജിന്റെ അടിപൊളി പ്രോഗ്രാം പങ്കെടുക്കണമെങ്കിൽ കണ്ടീഷൻ നിങ്ങൾ ഒന്ന് കേൾക്കുക. അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മെഗാ അവാർഡ് സെലിബ്രേഷൻ ആണ്. അവിടെ സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മുംബൈ സ്നാക്സ് ആൻഡ് ഹെൽത്തി ന്യൂട്രിചാർജ് ഷേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ സ്നാക്സ് വിത്ത് ഫുഡ് ആയിരിക്കും നിങ്ങൾക്ക് ഇപ്രാവശ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ മെനി അതർ അട്രാക്ഷൻസ് നിങ്ങൾക്ക് കിട്ടാനുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 5 ന്യൂട്രിചാർജ് വുമൺ മന്ത്ലി നിങ്ങൾ പർച്ചേസ് ചെയ്യണം. 5 ന്യൂട്രിചാർജ് വുമൺ. അത് ഒക്ടോബർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് കമ്പനി പറഞ്ഞത്. ഒക്ടോബർ ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ നമുക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല. നവംബർ ഓൾറെഡി കഴിഞ്ഞു, അതും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കമ്പനി ഒക്ടോബർ മുതൽ ചെയ്ത ആളുകൾക്ക് മാത്രമേ തരുള്ളൂ എന്ന് പറഞ്ഞ കാര്യം കമ്പനി ചേഞ്ച് ആക്കിയിരിക്കണു. കമ്പനി ഡിസംബർ തൊട്ട് എവറി മന്ത് 5 പീസ് പർച്ചേസ് ചെയ്യുകയും മാർച്ച് 30-നുള്ളിൽ 30 പീസ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. വളരെ സിമ്പിൾ ടാർഗറ്റ് ആണ്. നമുക്കറിയാം, ന്യൂട്രിചാർജ് വുമൺ പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ടൂളുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഒരു വ്യക്തിയുടെ നാവ് നോക്കി, ഒരു വ്യക്തിയുടെ കണ്ണ് നോക്കി, ഒരു വ്യക്തിയുടെ നഖം നോക്കി, ഒരു വ്യക്തിയുടെ ആ ഒരു വിരല് നോക്കി, അതുപോലെ തന്നെ കയ്യിലെ രേഖ നോക്കി വരെ നമുക്ക് ആ വ്യക്തിയുടെ ശരീരത്തിലുള്ള
ഹിമോഗ്ലോബിന്റെ അളവ് കൂടുതലാണോ, നോർമലാണോ, കുറവാണോ എന്ന് നമുക്ക് കണ്ടെത്തി പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന വളരെ സുന്ദരമായിട്ടുള്ള ഒരു ടൂൾ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എത്ര പീസ് വേണമെങ്കിലും വിൽക്കാം. കേരളാവിലൊക്കെ വലിയ രീതിയിലുള്ള പ്രൊമോഷൻ നടക്കുന്നത്. അപ്പോ എന്ത് നമ്മൾ ചെയ്യണം? ഡിസംബറിൽ 5, ജാനുവരി 5, ഫെബ്രുവരി 5, മാർച്ച് 5 റെഗുലർ ആയിട്ട് മിനിമം 5 കണ്ടിന്യൂ ചെയ്യുക. ടോട്ടൽ വരുമ്പോൾ നമുക്ക് 30 പീസ് കംപ്ലീറ്റ് ആവണം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അത് എത്രയാ കുറവ് വെച്ചാൽ ഓരോ മാസം അത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ട് 5 എന്നുള്ള സ്ഥാനത്ത് 6 7 ചെയ്യാം. അല്ലെങ്കിൽ എല്ലാ മാസവും ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മാസം നമുക്ക് 30ലേക്ക് കുറവുള്ള 10 അഡീഷണൽ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നിങ്ങൾ പങ്കെടുക്കാൻ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ റെക്കഗ്നേഷൻ കിട്ടും, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. നിങ്ങൾക്ക് സിംഗിൾ എൻട്രി മാത്രമേ ഇതിലൂടെ കിട്ടുള്ളൂ എന്ന് ഓർമ്മിക്കുക. ഇനി മറിച്ച് 15 പീസ് വെച്ചിട്ട് നമുക്ക് മന്ത്ലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അടുത്ത മാർച്ചിനുള്ളിൽ 100 പീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അവിടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ റെക്കഗ്നേഷന്റെ പുറമെ സുന്ദരമായിട്ടുള്ള ഒരു ന്യൂട്രിചാർജിന്റെ ട്രോഫി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ ട്രോഫിയും കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോള് കിട്ടും. ആ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ റെക്കഗ്നേഷൻ കിട്ടും. ഇനി മന്ത്ലി 25 ചെയ്തുകൊണ്ട് മാർച്ചിനുള്ളിൽ 200 പീസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഒക്ടോബർ മുതൽക്ക് നിങ്ങൾ ചെയ്തൊക്കെ പരിഗണിക്കും കേട്ടോ. മാർച്ചിനുള്ളിൽ നമുക്ക് 200 ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് അത് ഒരു 3rd ലെവൽ റെക്കഗ്നേഷൻ ആണ് കിട്ടുക. അവിടെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രോഫിയുടെ വലിപ്പം കൂടും. നമുക്ക് കിട്ടുന്ന റെക്കഗ്നേഷനും ഷാളും ഗിഫ്റ്റും ഒക്കെ അതിന്റെ വലിപ്പവും എല്ലാം കൂടുതലായിരിക്കും. കൂടാതെ 200 കിട്ടുന്ന ആളുകൾക്ക് കിട്ടുന്ന ആ ഒരു റെക്കഗ്നേഷന്റെ പവർ ഓരോന്നും 100-നേക്കാൾ വലിയ രീതിയിലുള്ള റെക്കഗ്നേഷൻ ആയിരിക്കും കിട്ടുക. ഇനി ഒരു എക്സ്ട്രാ ഓർഡിനറി റിഗാർഡ്സ്, എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളാണെങ്കിൽ അവര് 50 പീസ് വെച്ച് മന്ത്ലി ചെയ്തുകൊണ്ട് അടുത്ത ഡിസംബറിനുള്ളിൽ 300 പീസ് കംപ്ലീറ്റ് ചെയ്യുക. അവർക്കാണ് ഏറ്റവും വലിയ റെക്കഗ്നേഷൻ. അവർക്ക് എക്സ്ട്രാ ഓർഡിനറി റെക്കഗ്നേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ചെല്ലുമ്പോഴേ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുള്ളൂ. ട്രോഫി ഉണ്ടാവും, ഷീൽഡ് ഉണ്ടാവും, അതുപോലെ തന്നെ അവർക്ക് കോട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സ്പെഷ്യൽ അവർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന എംബ്രോയിഡറി ചെയ്ത അടിപൊളി കോട്ടുകൾ ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാവും. ഇതിന്റെ പുറമെ നമുക്ക് കപ്പിളായിട്ട് പങ്കെടുക്കണമെങ്കിൽ നമുക്ക് 60 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കപ്പിളായി 60 പീസ് സെയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സിംഗിൾ എൻട്രിക്ക് പകരം കപ്പിൾ എൻട്രി ആയിട്ട് പോകാം. അത് കൂടാതെ അപ്പൊ അതിലേക്ക് വരുന്നതിന് മുന്നേ ഞാനിതൊന്ന് രാജുവിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. രാജു, ഓവർ ചെയ്യും. சார் தேங்க்யூ சார். அதே மாதிரி நமக்கு அடுத்ததா கொடுத்த ஒரு பெரிய வாய்ப்பு என்ன அப்படின்னா, நியூட்ரிசார்ஜ் நிறுவனம் நமக்கு ஒரு மிகப்பெரிய வாய்ப்பை கொடுத்துருக்காங்க. அது என்ன அப்படின்னு பாத்தீங்கன்னா, வர ஏப்ரல் மாதம் நம்ம வந்து மும்பையிலேயே ஒரு மிகப்பெரிய சண்முகா அப்படின்னு சொல்லக்கூடிய ஒரு பெரிய ஆடிட்டோரியத்துல வந்து பாத்தீங்கன்னா ஒரு பெரிய ஒரு ப்ரோக்ராம் வந்து நமக்காக வந்து அரேஞ்ச் பண்ணியிருக்காங்க. ஸோ இதுல வந்து பாத்தீங்கன்னா மிகப்பெரிய ஒரு பிரம்மாண்டமான ஒரு ப்ரோக்ராம் நடக்க போகுது. அதுல வந்து பாத்தீங்கன்னா நிறைய ஸ்பெஷல் ட்ரைனிங் எல்லாம் நமக்கு கொடுத்து, நமக்கு ஷேக் எல்லாம் கொடுத்து, ஸ்நாக்ஸ் எல்லாம் கொடுத்து நம்மள பெரிய லெவல வரவேற்க போறாங்க. ஸோ அப்படிப்பட்ட இந்த மெகா செலிப்ரேஷனுக்கு வந்து போறதுக்கான ஒரு வாய்ப்பு என்ன அப்படிங்கிறத நம்ம இப்ப தெரிஞ்சுக்கலாம். அதுல என்ன அப்படின்னு பாத்தீங்கன்னா, ஒண்ணும் இல்ல, சாதாரணமா இப்ப எல்லாருமே நம்ம செஞ்சுட்டு இருக்கிற ஒரு விஷயம் தான் நியூட்ரிசார்ஜ் உமன். அப்ப இந்த நியூட்ரிசார்ஜ் உமனை வந்து ஆல்ரெடி இவங்க ஏற்கனவே என்ன பண்ணிருக்காங்க அப்படின்னா, அக்டோபர் மாதத்துல இருந்து துவக்கிருக்காங்க. ஸோ இப்ப அக்டோபர் போயிடுச்சு, நவம்பர் போயிடுச்சு, இப்ப டிசம்பர் மாசம் வந்துருச்சு. ஆனாலும் கம்பெனி அதற்கான ஒரு வாய்ப்பை நமக்கு தொடர்ந்து கொடுத்திருக்காங்க. என்ன அப்படின்னா, இந்த டிசம்பர் மாதமும் 5 நியூட்ரிசார்ஜ் உமனை வந்து மாதம் வந்து சேல்ஸ் பண்றவங்களுக்கு, மொத்தமாக மார்ச் மாதத்துக்குள்ள 30 பீஸ செய்யறவங்களுக்கு இந்த ப்ரோக்ராம்ல கலந்து கொள்வதற்கான ஒரு மிகப்பெரிய ஆச்சரியங்கள் நமக்கு காத்து கொண்டிருக்கிற இந்த ப்ரோக்ராமுக்கு நமக்கு ஒரு வாய்ப்பு இருக்கிறது. சோ அதை யாரெல்லாம் வந்து இதை வந்து இந்த 5 பீஸ் வந்து உமனை வந்து பண்றாங்களோ அவங்களுக்கு ஒரு அற்புதமான டூலை வந்து நம்ம நிறுவனம் நம்ம அழகா பண்ணி கொடுத்திருக்காங்க. என்ன அப்படின்னா, சாதாரணமாக ஒரு பெண்மணியுடைய யாரு ஹீமோகுளோபின் குறைபாடு இருக்கிற ஒரு நபரை கண்டுபிடிக்கிறதுக்கு அவருடைய கண், அவருடைய கை ரேகை, அவருடைய நகம், அவருடைய நாக்கு மூலமாக எளிதாக ஹீமோகுளோபின் குறைபாடை கண்டுபிடிக்கக்கூடிய ஒரு அற்புதமான அழகான டூல் நமக்கு கொடுத்திருக்காங்க. இதன் மூலமாக இன்னைக்கு கேரளால நிறைய பேர் வந்து இந்த நியூட்ரிசார்ஜ் உமனை வந்து வியாபாரம் பண்ணிட்டு இருக்காங்க. அப்படிப்பட்ட ஒரு நியூட்ரிசார்ஜ் உமனை நாம எளிதா பண்ணோம்னா இந்த ஒரு ப்ரோக்ராம்ல நாம கலந்துக்க முடியும். எஸ் சார். சோ இது இல்லாம அடுத்த சிலருக்கு கொஞ்சம் அடிஷனல் தகுதி இருக்கும். அதாவது ஒரு மாதம் 15 பீஸ் விற்கக்கூடிய தகுதியுடைய நபர்கள் வந்து பாத்தீங்கன்னா மொத்தமாக 100, அதாவது மார்ச் மாதத்துக்குள்ள பண்றவங்களுக்கு வந்து பாத்தீங்கன்னா ஒரு அழகான ஒரு டிராஃபி வந்து அவங்களுக்காக காத்து கொண்டிருக்கிறது. அது மட்டும் இல்லாம மேடையில அவங்களுக்கு ஒரு பாராட்டும் ஷாலும் வந்து கொடுக்கப்படுகிறது. அது இல்லாம அடுத்த தகுதியில வந்து பாத்தீங்கன்னா ஒவ்வொரு மனிதருக்கும் ஒவ்வொரு கெப்பாசிட்டி இருக்கும். 25 பீஸ் ஒரு மாதம் செய்யற நபர்கள் மார்ச் மாதத்துக்குள்ள 200 பீஸ் பண்ணாங்க அப்படின்னா அவங்களுக்கு இன்னும் ஒரு ஸ்பெஷல் ஒரு கேட்டகரியாக ஸ்டேஜ்ல வந்து பாத்தீங்கன்னா ஷால் கொடுக்குறாங்க, டிராஃபி கொடுக்குறாங்க. இந்த மாதிரி ஒரு பெரிய ஆப்பர்ச்சுனிட்டி அந்த மேடையில அவங்களுக்கு காத்து கொண்டிருக்கிறது. சோ இது மட்டும் இல்லாம
இந்த 200 பீஸ் தாண்டி ஸ்பெஷல் எக்ஸ்ட்ரா கேட்டகரி அப்படின்னு சொல்ல எக்ஸ்ட்ரானரியா செய்யக்கூடிய நபர்களுக்கு இன்னும் பெரிய அளவுல வாய்ப்பு இருக்கு. அது என்ன அப்படின்னு பாத்தீங்கன்னா 50 நியூட்ரிசார்ஜ் உமன், அதாவது ஒரு மாதம் வந்து 50 நியூட்ரிசார்ஜ் உமனை செய்யக்கூடிய நபர்கள் மொத்தமாக இந்த மார்ச் மாதத்துக்குள்ள 300 நியூட்ரிசார்ஜ் உமன் பீஸ் வந்து செய்யறவங்களுக்கு வந்து பாத்தீங்கன்னா அவங்களுக்கு பிரம்மாண்டமான நிறைய வாய்ப்புகளை வந்து நம்முடைய நியூட்ரிசார்ஜ் நிறுவனம் கொடுத்திருக்காங்க. அது என்னெல்லாம் பாத்தீங்கன்னா ஸ்டேஜ் ரெகனேஷன், ஷீல்டு, அது இல்லாம கேடயம், அதுக்கப்புறம் ஷால், நியூட்ரிசார்ஜ் நிறுவனம் நிறைய வாய்ப்புகளை வந்து இவங்களுக்காக வந்து உருவாக்கி வச்சிருக்காங்க. ஸோ அந்த அளவுக்கு அந்த பிரம்மாண்டமான மேடையில நமக்கு ஒரு பெரிய வாய்ப்பு இதன் மூலமா காத்து கொண்டிருக்கிறது. யாரெல்லாம் கப்புள் என்ட்ரிக்கு போறீங்களோ அவங்க அடிஷனலா 60 பீசஸ் வந்து இந்த 6 மாதத்துக்குள்ள பண்ணாங்க அப்படின்னா அவங்க 2 நபர்களாக இந்த ப்ரோக்ராம்ல கலந்து சொல்வதற்கான ஒரு வாய்ப்பு இருக்கு. சோ அதை நம்முடைய நியூட்ரிசார்ஜரோட நமக்காக இந்த മാസത്തിൽ ഉരുവാക്കിയിരിക്കാം. യെസ്. ഇവിടെ ബോംബെ സെലിബ്രേഷനിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ. നമുക്കറിയാം എവറി മന്ത് 25th ആവുമ്പോഴേക്കും ന്യൂട്രിചാർജിന്റെ വീരാങ്കന ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനുള്ള ലിങ്ക് വരാറുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. വീക്ക്ലി വൺസ് ഒരു ദിവസം മാത്രമേ ഇപ്പൊ ട്രെയിനിങ് ഉള്ളൂ. ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കണം. ഇങ്ങനെ ഒരു കണ്ടീഷനും കൂടിയും നമുക്ക് മുംബൈ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ട ആളുകൾക്ക് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അത് മറക്കരുത്. 5 പീസ് വിമൺ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ മാസം അവസാനം വരുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് വീരാങ്കന ട്രെയിനിങ്ങിലേക്ക് എൻ്റർ ആവാൻ പറ്റും. ഇനി ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷൂർവീർ, നമ്മൾ ഇതിന് മുമ്പ് പല പ്രോഗ്രാമിലും നമുക്ക് ഷൂർവീർ കിട്ടിയിട്ടുള്ളതാണ്. ന്യൂട്രിചാർജ് ഷൂർവീർ നമുക്ക് കിട്ടും. അതിന്റെ കണ്ടീഷൻ റോയൽറ്റി സ്റ്റേജിലുള്ള ആളുകൾക്ക് അവരുടെ ബി ടീമിൽ നിന്ന് 5 പേരെ മുംബൈ പ്രോഗ്രാമിന് എലിജിബിൾ ആക്കിയാൽ അവർക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും അവിടെ നിന്നൊരു ഷൂർവീർ, അവർക്ക് അടിപൊളി ഒരു തലപ്പാവ് ആ പ്രോഗ്രാമിൽ നിന്ന് ഏറ്റുവാങ്ങാനും റെക്കഗ്നേഷൻ കിട്ടാനും ഉള്ള അവസരമുണ്ട്. ഇനി പേൾ ആൻഡ് സ്റ്റാർ പേൾ അച്ചീവേഴ്സ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ അവർക്ക് 10 അവരുടെ ബി സൈഡിൽ നിന്ന് 10 പേരെ എലിജിബിലിറ്റി കൊണ്ടുവന്നാൽ അവർക്കും ഇതുപോലെ തന്നെ ഷൂർവീർ കിട്ടും. എമറാൾഡ്, ഇപ്പൊ കാമരാജ് സാറിനെ പോലെ അസ്ഗർ സാറിനെ പോലുള്ള എമറാൾഡ് തലത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ 30 പേരെ മുംബൈ പ്രോഗ്രാമിന് എലിജിബിൾ ആക്കിയാൽ അവർക്കും അവിടെ ഷൂർവീർ റെക്കഗ്നേഷൻ കിട്ടും. ഇനി സ്റ്റാർ എമറാൾഡ് തമിഴ്നാട്ടിലില്ല, അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട. ഈ ബിഗസ്റ്റ് സെലിബ്രേഷൻ 2025 നടക്കാൻ പോകുന്ന ന്യൂട്രിചാർജിന്റെ ഏറ്റവും വലിയ ഇവന്റ് ആയിരിക്കും. അത് നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒരു ഫിലിം ഫെസ്റ്റിവലിനെക്കാളും കളർഫുൾ ആയിട്ട് അവിടെ നടത്തുന്ന പ്രോഗ്രാം ഒരു കാരണവശാലും നമുക്ക് മിസ്സാവരുത്. തമിഴ്നാട്ടിൽ നിന്ന് മാക്സിമം ആളുകളെ നമുക്ക് അതിൽ പങ്കെടുപ്പിക്കണം. പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു പവർഫുൾ ട്രെയിനിങ്, ഇന്ത്യയിലെ മോസ്റ്റ് പ്രോമിസിംഗ് ട്രെയിനർ ആയിട്ടുള്ള ഡോക്ടർ ഉജ്ജൽ പാട്നയുടെ ഒരു അടിപൊളി 2 മണിക്കൂർ നേരത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം, നമ്മുടെ ഫ്യൂച്ചർ ലൈഫിന് ഗുണകരമായ രീതിയിലുള്ള ഒരു അടിപൊളി ട്രെയിനിങ് പ്രോഗ്രാം കൂടി ഇതിന്റെ കൂടെ നമുക്ക് കിട്ടും. അദ്ദേഹത്തിന്റെ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. 10,000 രൂപ ഫീസ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പങ്കെടുക്കേണ്ട ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്ക് ഈ മുംബൈ പ്രോഗ്രാമിൽ ചെല്ലുമ്പോൾ ന്യൂട്രിചാർജ് സ്പോൺസർ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ വെച്ചിട്ട് തരുന്നത്. ഇതാണ് നമുക്ക് മുംബൈ സ്നാക്സ് ആൻഡ് ഹെൽത്തി ന്യൂട്രിചാർജ് ഷേക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഇതുവരെ നിങ്ങൾ എൻജോയ് ചെയ്യാത്ത ഒരു അടിപൊളി സാധനമായിരിക്കും. ഈ ഷേക്ക് എന്ന് പറയുന്നത് പുതുതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ഷേക്കാണ്. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഇനാഗുറേഷൻ നടക്കാൻ പോകുന്നത് മുംബൈ പ്രോഗ്രാമിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇത് കൂടാതെ മെനി അട്രാക്ഷൻസ്, എന്റർടൈൻമെന്റ് പ്രോഗ്രാം, ഇതൊക്കെ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ നിന്ന് കിട്ടും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ മറക്കണ്ട, നമ്മളെല്ലാവരും തയ്യാറെടുക്കുക, പോവാ, റെഡി ആവുക. ഓക്കെ, ഓവർ ടു യു. ஸோ இது வந்து அசோசியேட் பேருக்காக நமக்கு வந்து அந்த வாய்ப்பை கொடுத்தாங்க. இது இல்லாம லீடர்ஸ், அதாவது ராயல்டி அண்ட் அபவ் இருக்கக்கூடிய லீடருக்கு வந்து பாத்தீங்கன்னா ஷூர் வீர் அப்படின்ட்டு தொடர்ந்து நியூட்ரிசார்ஜ்ல கொடுக்கக்கூடிய ஒரு வாய்ப்பு. രാജ് സാർ, വീരാംഗന രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി. ഞാൻ പറഞ്ഞേക്കാം சார். ஓகே, சாரி. இதுல வந்து பாத்தீங்கன்னா இந்த ஏவிஎஸ்க்கு வந்து ஒரு இன்னொரு விஷயம் என்ன செய்யணும் அப்படின்னு பாத்தீங்கன்னா, வீராங்கனா கிளப்ல, அதாவது 5 நியூட்ரிசார்ஜ் உமனை வந்து யாரெல்லாம் வாங்குறாங்களோ, வாங்கி அவங்க பேர்ல பில் பண்றாங்களோ, ஒவ்வொரு மாதம் 25ஆம் தேதி அதற்கான லிங்க் வந்து ஓபன் ஆகுது. இந்த லிங்க்ல நீங்க ரெஜிஸ்டர் பண்ணி அந்த வீராங்கனா கிளப்ல நீங்க கண்டிப்பா இணைஞ்சிருக்கணும். ஏன்னா அது கம்பல்சரி, அது மேண்டேட்டரி அப்படின்னு தான் சொல்றாங்க. அது வந்து பாத்தீங்கன்னா வாரத்துக்கு ஒரு மீட்டிங் நடக்கும். சோ இதுல வந்து பாத்தீங்கன்னா நமக்கு நிறைய வாழ்க்கையில முன்னேறக்கூடிய பல விஷயங்கள் நமக்கு அதுல தகவலா கொடுக்குறாங்க. சோ இதுல கலந்துக்கிறோம். இது கலந்துக்கிட்டா மட்டும்தான் இந்த ப்ரோக்ராம்ல நாம வந்து போறதுக்கான வாய்ப்பு நமக்கு கிடைக்கும். இரண்டாவது, நம்ம லீடர்ஸ் கொடுக்கக்கூடிய ஒரு வாய்ப்பு, அது ஷூர் வீர் அப்படின்னு சொல்லக்கூடிய இது வந்து தொடர்ந்து நம்ம நியூட்ரிசார்ஜ்ல கொடுக்குறாங்க. அதுல வந்து பாத்தீங்கன்னா ராயல்டி அண்ட் அபவ் டெக்னிக்கல் இருக்கவங்களுக்கு இந்த வாய்ப்பு. அதுல ராயல்டி வந்து பாத்தீங்கன்னா அவங்களுடைய பிலெக்ல 5 நியூட்ரிசார்ஜ்
எத்தனை பேர்? 10 பேர். நெக்ஸ்ட் ஒன் சார். அதுக்கப்புறம் பாத்தீங்கன்னா எமரால்ட் அண்ட் ஸ்டார் நம்ம தமிழ்நாட்டுல எமரால்டு இருக்கிறதுனால 20 பேர் அவங்களுடைய பி லெக்ல வந்து இந்த இதுல பார்ட்டிசிபேட் பண்ண வச்சுக்கிட்டாங்க அப்படின்னா அவங்களுக்கு இது ஒரு பெரிய வாய்ப்பு. ஒரு பெரிய பிலிம்ல நடக்கக்கூடிய ஒரு சினிமா துறையில எப்படி பெரிய அளவுல பிரம்மாண்டமா நடக்குமோ அப்படிப்பட்ட ஒரு பிரம்மாண்டமா இந்த ப்ரோக்ராம் நமக்கு நடக்க போகுது. அதுல ரொம்ப ரொம்ப அட்ராக்ஷன் என்ன அப்படின்னு பாத்தீங்கன்னா, டாக்டர் உஜ்வல் பாட்டில் சொல்லக்கூடிய இந்த நெட்வொர்க் மார்க்கெட்ல ஒரு மிகப்பெரிய அளவில் இருக்கக்கூடிய ஒரு லீடர் அவர் வந்து நமக்கு வந்து ஒரு பெரிய ஸ்பீச் கொடுக்க போறாரு. 2 மணி நேரத்துக்கு மேற்பட்ட ஒரு ஸ்பீச். இதுல ஒரு முக்கியமான விஷயம் என்னன்னா, ஆன்லைன்ல இவருடைய ஸ்பீச்சை நம்ம கேட்கணும்னா 10,000 ரூபாய் வந்து நம்ம டெபாசிட் பண்ணி தான் இவருடைய ஸ்பீச்சை கேட்க முடியும். அப்படிப்பட்ட ஒரு நபர் நம்ம நியூட்ரிசார்ஜ் மூலமாக நமக்கு இலவசமாக இந்த ஒரு வாய்ப்பை நமக்கு கொடுக்குறாங்க. அது மட்டும் இல்லாம நமக்கு அங்க ஸ்நாக்ஸ் இருக்குது, மும்பை ஸ்நாக்ஸ், அப்புறம் ஹெல்த்தி நியூட்ரிசார்ஜ் புதுதாக லான்ச் பண்ணக்கூடிய நம்முடைய புரோட்டீன் ஷேக்கை வந்து அங்க நமக்கு லான்ச் பண்ணி நமக்கு அந்த ஷேக்கை நமக்கு கொடுக்க போறாங்க. சோ அப்படிப்பட்ட ஒரு அட்ராக்ஷனோட இருக்கக்கூடிய ஒரு அற்புதமான வாய்ப்பு நமக்கு இந்த நியூட்ரிசார்ஜ் நமக்கு இந்த வருடம் 2025ல கொடுத்திருக்காங்க. எஸ் சார். അപ്പൊ ഓക്കെ, നമ്മൾ ഇനി നമുക്ക് മറ്റ് ചെറിയ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാം. നമുക്കറിയാം നമ്മളുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രീസിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ ഇത് നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് ആണ്. ഇന്ന് മറ്റൊരു ഏതൊരു മേഖലയെക്കാളും നമ്മുടെ ലൈഫ് സുന്ദരമായിട്ട് നമുക്ക് ഭംഗിയായിട്ട് കെട്ടിപ്പടുക്കാൻ പറ്റാവുന്ന, പ്രത്യേകിച്ചും വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഏതൊരു ബിസിനസ് നമ്മുടെ നാട്ടിൽ ചെയ്യുമെങ്കിൽ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ലാക്സ് ഓഫ് റുപ്പീസ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അതും 100% ഗ്യാരണ്ടി അല്ല. ഇവിടെ നിങ്ങൾക്ക് ലാക്സ് ഓഫ് റുപ്പീസ് ഏൺ ചെയ്യാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമില്ല. ആദ്യം നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കണം. അതാണ് ഇതിൽ ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത് ഈ നമ്മള് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന RCM എന്ന് പറയുന്ന കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ലോകത്തിൽ ഒരു കമ്പനിക്കും ഇല്ലാത്ത അത്രയും നല്ലൊരു കമ്പനിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം, എക്കോ ഫ്രണ്ട്ലി FMCG പ്രൊഡക്റ്റുകൾ. FMCG സെഗ്മെന്റിലെ എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. കെമിക്കൽ ബേസ്ഡ് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത്. RCM തരുന്ന മേജർ പ്രൊഡക്റ്റുകളിലും എക്കോ ഫ്രണ്ട്ലി ആണ്. വേൾഡ് ക്ലാസ് ന്യൂട്രീഷൻ, ഗിന്നസ് ബുക്ക് വേൾഡ് റെക്കോർഡ് വരെ കിട്ടിയിരിക്കുന്ന ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് ആണ് നമുക്കുള്ളത്. ഓർഗാനിക് ഫാമിംഗ് പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹരിത സഞ്ജീവനി പോലെ ഓർഗാനിക് ഫാമിങ്ങിന് പറ്റിയ അതിസുന്ദരമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഉണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് നമുക്കുണ്ട്. ലേഡീസിനും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സെഗ്മെന്റ് തന്നെ, വലിയൊരു സെഗ്മെന്റ് തന്നെ നമുക്ക് കീസോൾ എന്നുള്ള ഒരു ബ്രാൻഡിൽ നമുക്ക് കിട്ടാനുണ്ട്. ഒതൻസ എന്നുള്ള ബ്രാൻഡിൽ ജെൻസിന് വേണ്ട എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് കിട്ടാനുണ്ട്. ഒരു 500 സ്ക്വയർ ഫീറ്റ് ഏരിയ എടുത്ത് ഭംഗിയായിട്ട് ഫർണിഷ് ചെയ്താൽ അവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫുഡ്വെയർ ആൻഡ് ആക്സസറീസ് പ്രൊഡക്റ്റുകൾ നമുക്ക് അവിടെ ഉണ്ട്. സ്റ്റേഷനറിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ നമുക്ക് വെക്കാൻ പറ്റും. സെൻട്രൽ ഗവൺമെന്റിന്റെ അവാർഡ് കിട്ടിയിരിക്കുന്ന ഒരു പെയിന്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇത്രയും സെഗ്മെന്റുകൾ ഒരുമിച്ച് കിട്ടിയിരിക്കുന്ന ഒരു വലിയ കമ്പനിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പ്രവർത്തിക്കുക മാത്രമല്ല, TCGയുടെ വാക്കുകൾ പറഞ്ഞാൽ ആ കമ്പനിയുടെ വൺ ഓഫ് ദി പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കെയർ ഓഫിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഈ RCM എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കി തരുന്ന പ്രൊഡക്റ്റുകൾ വിപണനം ചെയ്താൽ അതിന്റെ ലാഭവിഹിതത്തിന്റെ 45% നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു വലിയ ഇൻഡസ്ട്രി, ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികളിലെ ഏറ്റവും വലിയ മഹാരാജാവ് എന്ന് വിശേഷിക്കാൻ പറ്റാവുന്ന RCM എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. പഠിച്ചതിന് ശേഷം വേണം നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യാൻ. அடுத்ததா பாத்தீங்கன்னா, நம்ம வந்து என்ன மாதிரி இண்டஸ்ட்ரியில இருக்கிறோம் அப்படிங்கறத நம்ம தெரிஞ்சுக்கணும். ஏன் அப்படின்னா, நம்முடைய வாழ்க்கை அழகானதாகவும் நம்ம நினைச்ச மாதிரி வாழ்றதுக்கான ஒரு எந்த விதமான முதலீடும் போடாம நம்ம வாழ்க்கையை வந்து அழகா கொண்டு போறதுக்கான ஒரு வாய்ப்பு இங்க இருக்குது. அதுதான் பாத்தீங்கன்னா, இன்னைக்கு வெளியே பாத்தீங்கன்னா பல விதமான முதலீடுகளை போட்டு லட்சத்துக்கு மேல சம்பாதிக்கிறவங்க இருக்கிறாங்க, அது இல்லாம போறவங்களும் இருக்கிறாங்க. அதையெல்லாம் தாண்டி எந்தவித முதலீடும் இல்லாமல் நம்முடைய உயரங்களுக்கு போறதுக்கான ஒரு ஆப்பர்ச்சுனிட்டி கொடுக்கக்கூடிய இண்டஸ்ட்ரியில் நாம இருக்கிறோம். அது ரொம்ப முக்கியமா பாத்தீங்கன்னா RCM அப்படிங்கிற ஒரு பெரிய கம்பெனில இருக்கவங்க அப்படிங்கறத இதுல நம்ம புரிந்து கொள்ள வேண்டிய ஒரு முக்கியமான தருணத்துல நம்ம இருக்கிறோம். ஏன் அப்படின்னா, மற்ற எல்லா கம்பெனிலையும் நம்ம வந்து ஒப்பீடு செய்யும் போது RCM என்னும் ஒரு நிறுவனம் இன்னைக்கு பலதரப்பட்ட பொருட்களை நம்மகிட்ட கொடுத்திருக்காங்க. அதுதான் ரொம்ப ரொம்ப முக்கியமான ஒரு விஷயம். ஏன்னா இப்படிப்பட்ட ரேஞ்ச் ஆஃப் ப்ராடக்ட் இன்னைக்கு யாருமே வெளியே கொடுக்கல. அப்படி கொடுத்தா கூட அந்த அளவுக்கு குவாலிட்டியா கொடுப்பாங்களா, ஹெல்த் ஓரியண்டா கொடுக்கறது வந்து மிகப்பெரிய சந்தேகமான விஷயம். அதுல ஈகோ ஃப்ரெண்ட்லி FMCG ப்ராடக்ட் நமக்கு கொடுக்குறாங்க, உடலுக்கு எந்த விதமான கேடும் விளைவிக்காம
உலகத்தரமான ஊட்டச்சத்து உடைய பொருட்கள் இதுல இருக்குது. அதே மாதிரி வந்து ஆர்கானிக் ஃபார்மிங், அதாவது அக்ரிகல்ச்சர்ல வந்து பாத்தீங்கன்னா ஹரித சஞ்சீவனி பொருட்கள் நமக்கு வந்து இயற்கையான முறையில விவசாயம் பண்றதுக்கு நமக்கு கொடுத்திருக்காங்க. இம்யூனிட்டி பூஸ்டர், நோய் எதிர்ப்பாற்றலை கொடுக்கக்கூடிய பொருட்கள் நம்மகிட்ட இருக்கு. அதே மாதிரி குழந்தைகள்ல இருந்து பெண்கள்ல இருந்து ஆண்களுக்கான அதன்சான் சொல்லக்கூடிய பல உயர்தரமான ஆடைகள் நம்மகிட்ட இருக்குது. அதே மாதிரி ஒரு 500 ஸ்கொயர் ஃபீட்ல வைக்கக்கூடிய அளவுக்கு காலணிகளை வந்து நம்ம கம்பெனி வந்து நமக்கு ரெடி பண்ணி கொடுத்திருக்காங்க. அதே மாதிரி ஸ்டேஷனரி பொருட்கள் வைக்கிறதுக்கு தனியா நம்மளால வைக்க முடியும். அதே மாதிரி பாத்தீங்கன்னா உலகத்தரம் வாய்ந்த கவர்மெண்டால வந்து அங்கீகரிக்கப்பட்ட ஒரு அற்புதமான பெயிண்ட் நம்மகிட்ட இருக்குது. சோ இப்படிப்பட்ட ரேஞ்ச் ஆஃப் ப்ராடக்ட்ஸ் வந்து பாத்தீங்கன்னா நமக்கு அந்த அளவுக்கு இருக்குது. அது நம்முடைய டிசிஜிஐயோட வார்த்தைகள்ல சொல்றதா அப்படின்னு பாத்தீங்கன்னா இந்த கம்பெனியுடைய பார்ட்னர் நாம அப்படின்னு அவர் ரொம்ப அழகா நமக்கு சொல்றாரு. ஏன்னா எந்தவித முதலீடும் போடாம ஒரு கம்பெனிக்கு பார்ட்னர் இருந்த பொருட்களை கொண்டு சேர்ப்பதனால நம்முடைய வாழ்க்கையில எந்த விதமான இன்வெஸ்ட்மெண்ட்டும் இல்லாம ஒரு லட்சியமான அழகான வாழ்க்கையை வாழ்வதற்கான ஒரு வாய்ப்பை കൊടുപ്പതുதான் இந்த ஆர்சிஎம் பொருட்கள் என்பதுல நம்ம கண்டிப்பா മகிഴ്ചി അടയാം. യെസ് സർ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാം, ഈ ഒരു സർക്കിൾ നിങ്ങൾ നോക്കുക. സ്ത്രീയോളം അവർക്ക് മേക്കപ്പ് ചെയ്യാൻ ആവശ്യമായുള്ള കോസ്മെറ്റിക്സ് ആവട്ടെ, അവരെടുക്കുന്ന സാരി ആവട്ടെ, ചുരിദാർ ആവട്ടെ, ഇന്നർ വെയർസ് ആവട്ടെ, സമ്പൂർണ്ണമായിട്ടും നമുക്ക് ആർസിഎം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂസർ ആവുക. ഒരു ആർസിഎമ്മിന്റെ യഥാർത്ഥ പ്രവർത്തകനാണോ 100% നോ കോംപ്രമൈസ് 100% പ്രൊഡക്റ്റ് യൂസർ ആവുക. നിങ്ങൾ ആലോചിക്കുക, ആർസിഎം എന്ന 5 ലക്ഷം രൂപ മന്ത്ലി ഇൻകം വാങ്ങിക്കുന്ന ഒരു സ്റ്റാർ രൂപയാണ് ഞാൻ. ഇന്ത്യയിലെ ഏത് ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളും അവിടെ ചെന്നിട്ട് അതിന്റെ വില നോക്കാതെ വാങ്ങി പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാൻ എനിക്ക് പറ്റും. ബട്ട് ആർസിഎം കമ്പനി തരുന്ന ആർസിഎമ്മിൽ പ്രവർത്തിച്ച് കിട്ടുന്ന പണമായതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ എന്റെ ടീമിൽപ്പെട്ട ആളുകൾ ആർസിഎം പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ കിട്ടുന്ന വരുമാനമായതുകൊണ്ട് തന്നെ ആർസിഎം പ്രൊഡക്റ്റ് അല്ലാത്ത മറ്റൊരു പ്രൊഡക്റ്റും ആർസിഎം. അതുകൊണ്ട് എന്റെ കയ്യിലിരിക്കുന്ന പണം 100% ആർസിഎം തരുന്നതാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓവർ ടു രാജ്. ஒரு ஆணாக இருந்தாலும் சரி, ஒரு பெண்ணாக அவங்க உடுக்கக்கூடிய ஒரு உடையில இருந்து மற்ற எல்லாவித பொருட்களும் இன்னைக்கு 100% உபயோகிக்கிற அளவுக்கு நம்முடைய ஆர்சிஎம்ல பொருட்கள் இருக்கிறது. ஒரு ஆர்சிஎம் நீங்க உண்மையா நேசிச்சு பண்ணக்கூடிய ஒரு நபராக இருந்தால் நீங்கள் கட்டாயம் 100% ஆர்சிஎம் பொருட்கள் மட்டுமே யூஸ் செய்யக்கூடிய நபராக மாற வேண்டும். ஏன் அப்படின்னா ஒரு மாதம் 5 லட்சத்துக்கு மேல வந்து வருமானம் சம்பாதிக்கக்கூடிய ஒரு ஸ்டார் அப்படிங்கிற அந்தஸ்துல நான் இருக்கிறேன்னா இன்னைக்கு இந்தியாவில எப்படிப்பட்ட மிகப்பெரிய பிராண்டட் பொருட்களையும் என்னால வாங்க முடியும். ஆனா அப்படி எந்த விதமான ஒரு செயலையும் செய்யாம 100% ஆர்சிஎம் பொருட்களை மட்டுமே வாங்குகிறேன் அப்படின்னா இதுல கிடைக்கக்கூடிய பணம் என்னுடைய அணியக்கூடிய எல்லா நபர்களும் ஆர்சிஎம் பொருட்களை வாங்குவதன் மூலமாக கிடைக்கக்கூடிய அந்த வருமானம், இந்த வருமானத்தை வாங்குகிற நான் 100% உலகத்துல இருக்கிற எந்த பொருளையும் வாங்காம ஆர்சிஎம் பொருட்களை மட்டுமே நான் வாங்குகிறேன். ஏன் அப்படின்னா அந்த அளவுக்கு ரேஞ்ச் ஆஃப் ப்ராடக்ட் நம்முடைய ஆர்சிஎம்ல இருக்குது. சோ உண்மையிலேயே ஆர்சிஎம் நபராக நாம இருக்கிறோம், நம்ம வாழ்க்கையில லட்சியம் நமக்கு நிறைவேறணும்னா 100% ആർസിഎം പൊരുட்களை നാം ഉപയോഗിക്ക வேண்டும். യെസ് സർ. ഇത്രയൊക്കെ ഓപ്പർച്യൂണിറ്റി വലുതാണെങ്കിലും, ഇത്രയൊക്കെ നല്ലതാണെങ്കിലും, ഇത്രയൊക്കെ നല്ല കമ്പനി, നല്ല പ്രോഡക്ട്സ്, നല്ല പ്ലാൻ എല്ലാം ഉണ്ടായിട്ടും നമുക്കറിയാം 80% ആർസിഎമ്മിലേക്ക് വരുന്ന ആളുകളും ഫെയിലിയർ ആവണം. വൈ? 80% ആളുകളും നമ്മുടെ കൂടെ വരുന്ന ആളുകൾ ഫെയിലിയർ ആവണു, പ്രസ്ഥാനം വിട്ടു പോകുന്നു. എന്താണ് കാരണം? ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദി ഇൻഡസ്ട്രി. ശരിക്കും അവർ പറഞ്ഞാൽ അവർ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് അവർ പഠിക്കണില്ല, ഇതിന്റെ സാധ്യതകളെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്ര സിമ്പിൾ ആയിട്ട്, ഇത്ര ഈസി ആയിട്ട് ഈ പ്രസ്ഥാനം കൈകളിലേക്ക് വരുമ്പോൾ അതിന്റെ വാല്യൂ അവർ മനസ്സിലാക്കുന്നില്ല. നമ്മൾ പ്രധാനമായിട്ടും ആർസിഎമ്മിലേക്ക് വരുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്ത് എങ്ങനെ നമുക്ക് 80% സക്സസ് പീപ്പിൾസിനെ സൃഷ്ടിക്കാൻ പറ്റും. അതിനെന്ത് ചെയ്യണം? നമ്മൾ ആദ്യമായിട്ട് ഈ പ്രസ്ഥാനം എന്താണെന്നും അതിന്റെ പ്രവർത്തന രീതി എന്താണെന്നും അതിലൂടെ എങ്ങനെ ഒരു സക്സസ് മാനായിട്ട് മാറാം എന്നുള്ളതും നമ്മൾ പഠിക്കണം. അതിന് നമ്മൾ കറക്റ്റായിട്ട് നമുക്കൊരു ഫോക്കസ് വേണം, ഒരു ഡ്രീം വേണം. അതിന് ഫോക്കസ് ചെയ്ത് നമ്മൾ ഒരു ലക്ഷ്യം വേണം, അതിനു വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു പ്രൊഡക്റ്റ് നോളജ് കൃത്യമായിട്ട് നമ്മുടെ ആർസിഎമ്മിന്റെ എല്ലാ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടും പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാക്കിയെടുക്കണം. നമുക്കതിന് ധാരാളം അവസരങ്ങളുണ്ട്. ഇന്ന് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ട്രെയിനിങ് സപ്പോർട്ട് ഉണ്ട്. എവരി ഡേ തമിഴ്നാട് പ്ലാറ്റ്ഫോമിൽ വ്യത്യസ്ത ടൈമുകളിൽ സൂം പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് പ്രോഗ്രാമുകൾ കിട്ടുന്നുണ്ട്. കമ്പനിയുടെ ചാനൽ പാർട്ട്നേഴ്സ് എല്ലാവരും നമുക്ക് ഫിസിക്കൽ പ്രോഗ്രാമുകൾ തരുന്നുണ്ട്. ഇത് ശരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, ഇത് നന്നായിട്ട് നമ്മൾ പഠിക്കണം. ഇപ്പോൾ കീസോൾ സെഗ്മെന്റിൽ വ്യോമിനി ആവട്ടെ, കീസോളിന്റെ അതർ പ്രൊഡക്റ്റുകളാവട്ടെ, ഓതൻസ കാറ്റഗറിയിലെ പ്രൊഡക്റ്റ് ആവട്ടെ, ഫുട്വെയർ ആവട്ടെ, ഹരിത സഞ്ജീവനി ആവട്ടെ, ഹെൽത്ത് ഗാർഡ് ആവട്ടെ, ഗുഡ് ഡോട്ട് ആവട്ടെ, തുളസി പെയിന്റ് ആവട്ടെ,
സെഗ്മെന്റ് വൈസ് ട്രെയിനിങ്ങുകൾ നമുക്ക് കിട്ടുന്നു. അവിടെ നമ്മൾ കറക്റ്റ് ആയിട്ടിരുന്ന ആ പ്രൊഡക്റ്റ് നോളേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സുന്ദരമായിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനും അതിലൂടെ നമുക്ക് സക്സസ് ആവാനും പറ്റും. ഓക്കെ സാർ. ஸோ இப்படிப்பட்ட ஒரு அழகான ஒரு நிறுவனம், ஒரு அழகான வாய்ப்பு, ஒரு அழகான வருமானம் தரக்கூடிய ஒரு கம்பெனியாக இருந்தாலும், இன்னைக்கு வந்து பாத்தீங்கன்னா இந்த பிசினஸ் வரக்கூடிய 80% மக்கள் வந்து இதை விட்டு வெளியே போயிடுறாங்க. இப்படிப்பட்ட ஒரு அருமையான இயக்கத்தை பற்றி யாருமே வந்து புரிந்து கொள்வதில்லை. காரணம் என்ன அப்படின்னு பாத்தீங்கன்னா, அவங்களுக்கு இந்த இண்டஸ்ட்ரியை பத்தி தெரிவதில்லை. அதனாலதான் நம்ம கூட வரக்கூடிய 80% மக்கள் வந்து இதுல இருந்து விட்டு வெளியே போயிடுறாங்க. நெக்ஸ்ட் ஸ்லைட் சார். ஸோ இப்ப இந்த 80% மக்களும் இதை விட்டு போறதுக்கான காரணம் என்னன்னா, அவங்க சரியான முறையில் இந்த ஆர்சிஎம் உடைய நோக்கம் என்ன, ஆர்சிஎம் என்பது என்ன, ஆர்சிஎம் என்கிற இயக்கம் எதற்காக உருவாக்கப்பட்டது அப்படிங்கிற இந்த கம்பெனியுடைய சட்ட திட்டங்களை அவங்க சரியாக புரிந்து கொள்ளாத ஒரு காரணத்தினால மட்டும்தான் இன்னைக்கு ஆர்சிஎம் விட்டு நிறைய பேர் போறாங்க. அப்ப எந்த ஒரு நபர் இதை சரியாக அந்த ரெகுலேஷன் ரூல்ஸை வந்து புரிந்து கொள்கிறார்களோ அவர்களுக்கு இந்த ஆர்சிஎம் பிசினஸ்ல மிகப்பெரிய சக்சஸ் அப்படிங்கிற ஒரு வாய்ப்பு இருக்குது. அதற்கு முதலாவது தெரிந்து கொள்ள வேண்டிய ஒரு விஷயம் என்ன அப்படின்னு பாத்தீங்கன்னா, ப்ராடக்ட் நாலேஜ் அப்படிங்கிற ஒரு விஷயம் தான். அப்போ நம்ம ஆர்சிஎம் இருக்கக்கூடிய பலதரப்பட்ட பொருட்கள் வந்து பாத்தீங்கன்னா நமக்கு ஆன்லைன்ல தொடர்ந்து ஜூம் மீட்டிங் மூலமாக நமக்கு இந்த பொருட்களை பத்தின அறிவை நமக்கு கொடுத்து கொண்டிருக்காங்க. நம்முடைய பார்ட்னர்ஸ் எல்லாருமே வந்து பாத்தீங்கன்னா தொடர்ந்து நேரடி மீட்டிங்கள் மூலமாகவும் நமக்கு வந்து இந்த பொருட்களை பத்தின பல அறிவு தகவல் நமக்கு வந்து கொடுத்திருக்காங்க. சோ அந்த அளவுக்கு கம்பெனி இந்த ப்ராடக்ட் நாலேஜ் நமக்கு வந்து வெரைட்டியா நம்ம கொடுக்கும் போது இந்த பொருட்கள் நாலேஜ் நாம வந்து தெரிந்து கொண்டோம் அப்படின்னா நம்முடைய வியாபாரம் எளிதாகும். நாம் ஆர்சிஎம்ல நாம என்ன நினைக்கிறோமோ அந்த சக்சஸ்க்கான ஒரு வாய்ப்பை இந்த ப்ராடக்ட் நாலேஜ் மூலமாக நாம் உருவாக்க முடியும். எஸ் சார். ആർസിഎം കമ്പനിയുടെ ഒരു ക്വാളിറ്റി ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അവർ മിനിമം ഈ ഏതെങ്കിലും ഒരു ക്ലബിലെ മെമ്പർ ആയിരിക്കണം. സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബോ, സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബോ, സൂപ്പർ ഡയമണ്ട് ക്ലബ്ബോ, ക്രൗൺ ക്ലബ്ബോ, ഏതെങ്കിലും ഒരു ക്ലബിലെ മെമ്പർ ആയിരിക്കണം. അതാണ് ഒരു ക്വാളിറ്റി ഡിസ്ട്രിബ്യൂട്ടർ, 100% പ്രൊഡക്റ്റ് യൂസർ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എവറി മന്ത് ഫസ്റ്റ് ഡേ എല്ലാ മാസവും 30-ാം തീയതി ഓർ 34-ാം തീയതി ബിസിനസ് ക്ലോസ് ചെയ്ത് 1-ാം തീയതി ഓപ്പൺ ചെയ്യുന്ന അതത് മാസം തന്നെ ഞാൻ എൻ്റെ ഡയമണ്ട് ക്ലബ്ബ് പൂർത്തിയാക്കും. മാസം അവസാനമാകുമ്പോഴേക്കും ഞാൻ മിനിമം സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് കംപ്ലീറ്റ് ചെയ്യും. ഈ തിരക്കിനിടയ്ക്ക് എനിക്ക് സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് തമിഴ്നാട്ടിലുള്ള ഏതൊരു വ്യക്തിക്കും സുന്ദരമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഒരു 100% പ്രൊഡക്റ്റ് യൂസർ ആവുക, ഒരു 10 വീട്ടിലേക്ക് അവർക്ക് വേണ്ട സഫീഷ്യന്റ് പ്രൊഡക്റ്റ് കൊടുത്താൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സുന്ദരമായിട്ട് നമുക്ക് സൂപ്പർ ഡയമണ്ടോ സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബോ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം. അതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് ഒരു അവയർനെസ് നമുക്ക് കൃത്യമായിട്ടുണ്ടാവണം. ഒരു ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ടീമിൽ എവറി മന്ത് സെൽഫ് പർച്ചേസിലൂടെ തന്നെ 5000 PV കയറും. ഒരു ടീം മെമ്പർ പോലും ഇല്ലാതെ തന്നെ അവർക്ക് റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ 6 മന്ത് കൂടുമ്പോൾ അവർക്ക് 5000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. പ്ലസ് എവറി മന്ത് അവർക്ക് 2% അക്കൗണ്ടിലേക്ക് കിട്ടും. സൂപ്പർ ഡയമണ്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം 10000 PV അവർ സ്വന്തം ഐഡിയയിൽ ചെയ്യും. അവർക്ക് 6 മന്ത് കൂടുമ്പോൾ കൺസിസ്റ്റൻസി പർച്ചേസിലൂടെ കിട്ടുന്ന ഫ്രീ പ്രൊഡക്റ്റിന് പുറമെ എവറി മന്ത് 4.5% അവർക്ക് അക്കൗണ്ടിലേക്ക് എത്തും. നെക്സ്റ്റ് 20000 PV അവരുടെ ടീം ഒന്ന് സജീവമാക്കി ടീമിലൂടെ നമ്മൾ ഈ ബിസിനസ് കൊണ്ടുവന്ന് 20,000 PV ആകുമ്പോഴേക്കും നമ്മൾ ബിഗിനർക്ക് നമുക്ക് 7% നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അത് പ്രകാരം നമ്മൾ ഈ പ്ലാൻ കറക്റ്റ് ആയിട്ട് പഠിക്കുക. സ്റ്റാർട്ടർ 10000 PV 9%. ഓപ്പണർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിന് ഇപ്പൊ നമ്മുടെ പ്ലാനിൽ വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. 70000 PV ചെയ്യുമ്പോഴാണ് നമ്മൾ ഓപ്പണർ ആവുക. 9% നമുക്ക് ടീം കമ്മീഷന് എലിജിബിലിറ്റി ഉണ്ട്. നമ്മൾ പേഴ്സണലായിട്ട് പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് നമുക്ക് 9% കിട്ടും. ടീമിൽ നിന്ന് നമ്മളുടെ ടീമിലുള്ള താഴെ ഡൗൺലൈൻസിന് കൊടുത്ത് ബാക്കി 9.5-ലേക്കുള്ള എത്രയാണോ ഗ്യാപ്പ് ചോദിച്ചാൽ അത് കിട്ടും. പുറമെ ഓപ്പണർ മുതൽ മേലോട്ട് നമുക്ക് കമ്പനിയുടെ മന്ത്ലി ഗ്രോത്ത് ബോണസ് കിട്ടാൻ തുടങ്ങും. ഈഗിൾ ആകുമ്പോൾ 1.15 വരണം, റണ്ണർ ആകുമ്പോൾ 1.70 വരണം, വിന്നർ ആകുമ്പോൾ 2.60 വരണം, സ്റ്റാർ ആകുമ്പോൾ 3.5 വരണം. ഈ ലെവൽ ഒരു ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ഒരു ടീമിനെ നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത് നമ്മളെ കൂടെ വരുന്ന ആളുകളെ കൊണ്ട് കറക്റ്റ് ആയിട്ട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ വളരെ ചെറിയ ടീമിലൂടെ നമുക്ക് ഹ്യൂജ് വോളിയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഓവർ ടു യു சார். சார், இதுக்கு ரொம்ப முக்கியமான ஒரு விஷயம் என்ன அப்படின்னா, ஆர்சிஎம்ல ஒரு சிறந்த ஒரு குவாலிட்டியான ஒரு அசோசியேட் பையரா நம்ம இருக்கிறோம் அப்படின்னா நம்ம கட்டாயம் இந்த கிளப்புகள்ல 4 கிளப்புகள்ல ஏதாவது ஒரு கிளப்ல வந்து கண்டிப்பா இருக்கணும். அதாவது டைமண்ட் கிளப், சூப்பர் டைமண்ட் கிளப், ஸ்டார் டைமண்ட் கிளப், கிரவுன் கிளப் இப்படிங்கிற இந்த 4ல ஏதாவது ஒரு கிளப்ல நம்ம கட்டாயம் இருக்கணும். அப்போ ஒரு ஸ்டார் ரூபியாக இருக்கக்கூடிய எப்பவுமே வந்து நான் வந்து பிஸியாக இருக்கக்கூடிய ஒரு நபர் எல்லா மாதமும் 30ஆம் தேதி முடிஞ்சு அடுத்த மாதம் 1ஆம் தேதி தொடங்கும் போது நான் என்னுடைய டைமண்ட் கிளப்பை நான் முடிப்பேன். அதே மாதிரி அந்த மாதம் 30, 31ஆம் தேதி முடியும் போது
கிட்டத்தட்ட பாத்தீங்கன்னா சூப்பர் டைமண்ட் ஸ்டார் டைமண்ட் என்னுடைய ஸ்டார் டைமண்ட் அப்படிங்கிற கிளப், அதாவது கிட்டத்தட்ட 25,000 பிவி பண்ணக்கூடிய ஒரு நிலைமைக்கு நான் வந்து பண்றேன். அப்போ இவ்வளவு பிஸியா இருக்கக்கூடிய நான் செய்யும் போது ஒரு சாதாரண நபர் இன்னைக்கு எளிதாக இந்த டைமண்ட் கிளப்புகளை வந்து நீங்க செய்ய முடியும். சோ அதற்கு நீங்க என்ன பண்ணணும் அப்படின்னா, நீங்க 100% வந்து பர்ச்சேசரா இருக்கணும், பொருட்களை வந்து யூஸ் பண்ணணும். 10 நபர்களுக்கு இந்த பொருளை கொடுத்தாலே போதும், நீங்க ஒரு 10,000ல இருந்து 25,000 பி வரக்கூடிய ஒரு கிளப்ல நீங்க வர முடியும். அப்ப அதுக்கு வந்து பாத்தீங்கன்னா டைமண்ட் கிளப் அப்படிங்கிற ஒரு இதுக்கு வந்து பாத்தீங்கன்னா 5,000 பிவி அப்படிங்கிற ஒரு நிலைமைக்கு நம்ம வருவோம். அது தொடர்ந்து 6 மாசம் வாங்கும்போது 5,000க்கான இலவச பொருட்களும் நமக்கு கிடைக்குது. 2% வந்து உங்களுக்கு அந்த மாசம் நமக்கு பர்சன்டேஜ் நமக்கு வந்து கம்பெனி கொடுக்குறாங்க. அடுத்ததா பாத்தீங்கன்னா சூப்பர் டைமண்ட் கிளப். இதுல வந்து பாத்தீங்கன்னா 6 மாசம் தொடர்ந்து வாங்கும்போது நமக்கு இலவச பொருட்களும் கிடைக்குது, 4% நமக்கு அந்த கமிஷனும் நம்ம கம்பெனி கொடுக்குறாங்க. அடுத்த வந்து பாத்தீங்கன்னா பின் லெவல், அதாவது பிகினர் அப்படிங்கிற ஒரு லெவல், அதாவது 20,000 பிவி அப்படிங்கிற நிலைமைக்கு நாமும் நம்ம டீமும் சேர்ந்து வரும்போது 7%க்கான அந்த கமிஷன் நமக்கு வந்து இதன் மூலமாக கிடைக்கிறது. அதுக்கப்புறம் பாத்தீங்கன்னா ஸ்டார்டருக்கு வந்து 40,000, அதுக்கப்புறம் பாத்தீங்கன்னா ஓபனர் பின், இது வந்து ரொம்ப முக்கியமான ஒரு பின். ஏன் அப்படின்னா கம்பெனியுடைய போனஸ், இன்னைக்கு வந்து கம்பெனி இருக்கக்கூடிய ஒரு மிகப்பெரிய வாய்ப்பான இந்த போனஸ் வந்து மந்த்லி க்ரோத் போனஸ் வந்து நமக்கு இதன் மூலமாக கிடைக்குது. இதுக்கு வந்து பாத்தீங்கன்னா 70,000 பிவி, அதுக்கு 12% நம்ம கம்பெனி நமக்கு கொடுக்குறாங்க. இது இல்லாம ஈகிள், ரன்னர், வின்னர் தொடர்ந்து 14 17 19.5% மேல ஸ்டார் அப்படிங்கிற லெவலுக்கு நம்ம வரும்போது 22% நமக்கு கிடைக்கிறதுக்கு வாய்ப்பு இருக்கு. இதற்கு நாம செய்ய வேண்டிய ஒரே ஒரு எளிதான விஷயம், குறுகிய காலத்துல நாம வந்து இந்த மாதிரி ஒரு அச்சீவ்மெண்ட்டுக்கு வரணும்னா நம்முடைய அணியில இருக்கிற எல்லா நபர்களையும் இந்த 5,000 பிவி சொல்லக்கூடிய டைமண்ட் கிளப்ல கொண்டு வந்தாலே போதும். எளிதாக இந்த பின் லெவல்ல வந்து நமக்கு ஒரு மிகப்பெரிய அழகான நாம் எதிர்பார்க்கிற கமிஷன் இதன் மூலமாக வாங்க முடியும். எஸ் சார். സ്റ്റാർ കഴിഞ്ഞാൽ നമ്മളെ വൈറ്റ് ലെവൽ പൂർത്തിയായി. നെക്സ്റ്റ് നമ്മൾ റോയൽറ്റിയിലേക്ക് കടന്നു. ഗോൾഡ്, സ്റ്റാർ ഗോൾഡ്, പ്ലാറ്റിനം, സ്റ്റാർ പ്ലാറ്റിനം. ഏകദേശം 30,000 മുതൽ 50,000 വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റേജാണ് റോയൽറ്റി ഗോൾഡ് മുതൽ സ്റ്റാർ പ്ലാറ്റിനം വരെയുള്ള ലെവൽ. ഈ ലെവലിലൊക്കെ നമുക്ക് മന്ത്ലി ഗ്രോത്ത് ബോണസിന്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കും. മന്ത്ലി ഗ്രോത്ത് ബോണസിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വാഭാവികമായിട്ടും നമുക്ക് എപ്പോഴാണ് വൈറ്റ് ലെവലിൽ എത്രയാണോ കിട്ടിയത്, ഓപ്പണർക്ക് 500 കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ലെവലിലുള്ള ആൾക്ക് 1000 കിട്ടും. ഈഗിളിന് അടുത്ത ലെവലിലുള്ള ആൾക്ക് 1,500 കിട്ടും. നെക്സ്റ്റ് ലെവലിലുള്ള ആൾക്ക് 2,000 കിട്ടും. ഇവിടെ റോയൽറ്റി ഗോൾഡിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, റോയൽറ്റി ഗോൾഡിലേക്ക് വരുമ്പോൾ നമുക്ക് അച്ചീവ്മെന്റ് കൂടും. അവിടെ നമ്മളെ ഗ്രോത്ത് ബോണസ് മിനിമം 2,500 സ്റ്റാർട്ട് ആവും. അത് സ്റ്റാർ ഗോൾഡിലേക്ക് വരുമ്പോൾ അത് 3,000 ആവും. സ്റ്റാർ ഗോൾഡിലേക്ക് വരുമ്പോൾ 3,500 ആവും. പ്ലാറ്റിനം വരുമ്പോൾ 4,000 ആവും. സ്റ്റാർ പ്ലാറ്റിനം വരുമ്പോൾ അത് 5,000 ആവും. അപ്പൊ അങ്ങനെ ഗ്രോത്ത് ബോണസും നമുക്ക് കൂടും, പ്ലസ് കമ്മീഷനും നമുക്ക് കൂടും. ഈ ഒരു ലെവൽ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. സ്റ്റാർ പ്ലാറ്റിനം എത്തുമ്പോൾ നമുക്ക് അതുവരെ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ നമുക്ക് അപ്പായി പോവാം. പക്ഷേ സ്റ്റാർ പ്ലാറ്റിനം ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ 3 മാസം അത് കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് നമുക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ. മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം, ബോണസ്, ഗ്രോത്ത് ബോണസ് കിട്ടണമെങ്കിലും റോയൽറ്റി കിട്ടണമെങ്കിലും 1,500 പിവിയുടെ പ്രൊഡക്റ്റ് നമ്മൾ എവരി മന്ത് നമ്മുടെ ഐഡിയയിൽ പർച്ചേസ് ചെയ്യണം. അതല്ല എങ്കിൽ നമുക്ക് ഗ്രോത്ത് ബോണസും കിട്ടില്ല, റോയൽറ്റി ഇൻകവും കിട്ടില്ല. ഓവർ ടു യു. இப்ப நம்ம முதல்ல 22% வைட்டல் பின் லெவல்ல ஸ்டார் வரைக்கும் பார்த்தோம். அடுத்தது வந்து பாத்தீங்கன்னா ராயல்டி அப்படிங்கிற லெவல். இந்த ராயல்டி லெவல்ல வந்து பாத்தீங்கன்னா ஒரு நபர் மினிமம், அதாவது குறைந்தது 30,000ல இருந்து 50,000 வரைக்கும் ஒரு இன்கம் வாங்கக்கூடிய ஒரு வாய்ப்பு தான் இந்த ராயல்டி. இது வந்து பாத்தீங்கன்னா நமக்கு ஆல்ரெடி வந்து வைட்டல் பின்ல வந்து ஓபனர்ல இருந்து ஸ்டார் வரைக்கும் பார்க்கும்போது ஒரு 500ல இருந்து ஒரு 1,500ல 2,000 வரைக்கும் சம்பாதிக்கக்கூடிய அடிஷனலா நமக்கு க்ரோத் போனஸ் கிடைக்கிறதுக்கான வாய்ப்பு இருக்கு. ஆனா இந்த ராயல்டி அப்படிங்கிற லெவலுக்கு நம்ம வந்தா, ஒரு கோல்டு வந்தாலே நமக்கு ஒரு மாதம் போனஸே, எக்ஸ்ட்ரா போனஸே 2,500 ரூபாய் நமக்கு கிடைக்குது. சோ ஸ்டார் பிளாட்டினம் வரைக்கும் நம்ம போனோம்னா ஒரு மாதம் அடிஷனலாக 5,000 ரூபாய்க்கு வரைக்கும் நமக்கு க்ரோத் போனஸ் கிடைக்கிறதுக்கான வாய்ப்பு இருக்கு. சோ அது மட்டும் இல்லாம இந்த ராயல்டில நமக்கு வரும்போது இந்த போனஸ் மட்டும் இல்லாம வந்து பாத்தீங்கன்னா கடைசியான ஸ்டார் பிளாட்டினம் வருவதற்கு 3 மாதம் தொடர்ந்து அந்த ஸ்டார் பிளாட்டினம் தக்க வைக்கணும். மத்ததெல்லாம் வந்து அடுத்தடுத்த மாசம் பின் லெவல்ல போனாலும் பிரச்சனை இல்லை. ஆனா இந்த ஸ்டார் பிளாட்டினம் வரும்போது தொடர்ந்து 3 மாதம் இந்த ஸ்டார் பிளாட்டினம் லெவல்ல நீங்க தக்க வச்சா மட்டும்தான் நீங்க அடுத்த பின் லெவலுக்கு, டெக்னிக்கல் அப்படிங்கிற லெவலுக்கு நீங்க போக முடியும். அது மட்டும் இல்லாம இந்த ராயல்டி லெவல்ல நீங்க க்ரோத் போனஸ் வாங்குறதா இருந்தாலும் இல்ல மற்ற கமிஷன் நீங்க வேணும் அப்படிங்கிற மாத வருமானம் உங்களுக்கு அந்த கமிஷனும் சேர்த்து வரணும்னாலும் மினிமம் குறைந்தது 1,500 பிவிக்கு பொருட்களை நீங்க செல்ஃப் ஐடியில் நீங்க வாங்கியிருந்தா மட்டும்தான் இந்த போனஸும் மற்ற வருமானத்தையும் நீங்க எளிதாக பெற முடியும். எஸ் சார். ഓക്കെ. ആർ സി ബിസിനസിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ്.
അത് കഴിഞ്ഞിട്ടേ മറ്റെന്തുള്ളൂ. RCM ബിസിനസ് ഇന്ത്യയിൽ ഇത്രമാത്രം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാരണവും RCMന്റെ പ്രൊഡക്റ്റ് ആണ്. 2000 ഓഗസ്റ്റ് മാസത്തിൽ RCM സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മദർ കമ്പനി ആയിട്ടുള്ള ഫാഷൻ ഷൂട്ടിങ്സിന്റെ ക്ലോത്ത് തുണി എന്ന് പറയുന്ന ഒരു ഒറ്റ പ്രൊഡക്റ്റിൽ ആരംഭിച്ചു. ഇപ്പോൾ RCMന്റെ പ്രൊഡക്റ്റുകളുടെ എണ്ണം എത്രയാണെന്നുള്ള RCMന്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. തൗസൻഡ്സ് ഓഫ് പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഈ രംഗത്തുള്ളത്. വരുന്ന ഓരോ വ്യക്തിയോടും അവന്റെ ബേസ് സക്സസ് ഇൻ RCM ബിസിനസ് ഈസ് 100% ഓഫ് പ്രൊഡക്റ്റ് യൂസ്. ഇത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ കമ്മിറ്റ്മെന്റോട് കൂടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നോ കോംപ്രമൈസ്, 100% പ്രൊഡക്റ്റ് യൂസർ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത് നമ്മൾ മിനിമം ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുക. ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ മിനിമം ഒരു പ്രീ ഡയമണ്ട് ക്ലബ്ബെങ്കിലും 2500 PV എങ്കിലും എവറി മന്ത് നമ്മൾ ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ നമ്മളൊരു ക്വാളിറ്റി ഡിസ്ട്രിബ്യൂട്ടർ അല്ല. അത് രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ ടീമിനെയും വാർത്തെടുക്കണം. അങ്ങനെ വാർത്തെടുക്കുമ്പോൾ സുഖസുന്ദരമായിട്ട് നമുക്ക് RCMലെ അടുത്ത ലെവലുകളിലേക്കൊക്കെ നമ്മുടെ ടീമിനെ, വളരെ ചെറിയ ടീമിനെ കൊണ്ട് നമുക്ക് ഹയർ ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റും. എത്ര ആളുകൾ ജോയിൻ ചെയ്തു? 1000 ആൾ ജോയിൻ ചെയ്തു. എന്താണ് പിൻ ലെവല്? ഞാൻ ഇപ്പോഴും ഓപ്പണറാണ് അല്ലെങ്കിൽ സ്റ്റാർട്ടറാണ് എന്ന് പറയേണ്ട ഗതികേട് ഉണ്ടാവില്ല. 1000 ആളുകൾ ജോയിൻ ചെയ്ത് അവർ മിനിമം 2000 റുപ്പീസിന്റെ മന്ത്ലി പർച്ചേസ് ചെയ്താൽ നമുക്ക് 20 lakh ടേൺ ഓവർ നടക്കും. 20 lakh ടേൺ ഓവർ നടന്നാൽ മിനിമം 10 lakh PV കിട്ടും. മിനിമം 10 lakh PV കിട്ടിയാൽ 5 lakh പ്ലസ് 5 lakh ഈസ് ഈക്വൽ ടു 10 lakh നമുക്ക് പേൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെ തന്നെ നമ്മളെ ടീമിനെ വളർത്തിയെടുക്കണം. വരുന്ന ആളുകൾ 100% പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെറും 1000 മെമ്പേഴ്സിലൂടെ നമുക്ക് സുന്ദരമായിട്ട് പേളോ സ്റ്റാർ പേളോ പിടിക്കാൻ പറ്റും. ഓവർ ടു യു രാജ് സർ. இப்ப நம்ம RCM உடைய மிகப்பெரிய பவரை எது அப்படின்னு பாத்தீங்கன்னா அது நம்முடைய RCM பொருட்கள் தான். சோ அதனால்தான் இது இன்னைக்கு இந்தியா முழுவதும் வியாபித்து பரவுறதுக்கான மிகப்பெரிய காரணமே நம்முடைய பொருட்கள் தான். அப்படிப்பட்ட இந்த பொருட்களை வந்து பாத்தீங்கன்னா நம்ம வந்து உண்மையிலேயே RCM வந்து நம்ம வந்து நம்முடைய வாழ்க்கையில நம்முடைய நோக்கத்துக்காக நம்ம பண்றோம் அப்படின்னா 100% பொருட்களை நம்ம உபயோகிக்கணும். சோ அதனாலதான் நம்ம என்ன சொல்றோம்னா 5000 PV டைமண்ட் கிளப் வந்து ஒரு 100% பொருட்கள் வாங்கக்கூடிய ஒரு நபர்கள் உண்மையிலேயே நேசித்து பண்ணணும்னு சொல்றாங்க. அதை பண்ண முடியாதவங்க மினிமம் குறைந்தாவது ப்ரீ டைமண்ட் கிளப்னு சொல்லக்கூடிய 2500 PV நம்ம பண்ணிருக்கணும். அந்த அளவுக்கு பண்ணும்போது மட்டும்தான் நமக்கு இந்த பேஸ் சக்சஸ் அப்படிங்கிற ஒரு நிலைக்கு நம்ம RCMல உயர முடியும். அதற்கு நம்ம என்ன பண்ணணும்? இதே மாதிரி நம்ம அணியில இருக்கக்கூடிய நபர்கள் இப்ப பொதுவா என்ன சொல்லுவாங்க, என்னுடைய அணியில 1000 பேர் இருக்காங்க, ஆனா நான் என்ன பின் லெவல்ல இருக்கேன், நான் வெறும் ஓபனர்ஸ் அப்படிங்கிற பின் லெவல்ல தான் இருக்கேன், இல்ல ஸ்டார்டர்ல இருக்கேன்னு. அப்படி இருக்கக்கூடாது. நம்முடைய அணியில 1000 நபர்களும் குறைந்தது 2500 PVக்கு பொருட்கள் வாங்கும்போது பாத்தீங்கன்னா நமக்கு ஒரு 20 லட்சம் பிசினஸ் நடக்கும். அந்த 20 லட்சம் பிசினஸ் நடக்கும்போது அதை PVயா நம்ம பண்ணும்போது பாத்தீங்கன்னா 10 லட்சம் PV நமக்கு நடக்கும். சோ ஒரு லெக்ல 5 லட்சம் PV, இன்னொரு லெக்ல 5 லட்சம் PV கணக்கு போட்டு பார்த்தா நீங்க பேர்ட் அப்படின்னு சொல்லக்கூடிய ஒரு பின் லெவலுக்கு போகும்போது உங்களுடைய வருமானம் நீங்க எதிர்பார்க்காத அளவை விட அதிகமா நமக்கு வர்றதுக்கான வாய்ப்பு நம்ம இந்த பேர்ட் பின் மூலமாக இருக்குது. சோ அப்ப இந்த ஒரு 1000 நபர்களை வச்சே இந்த ஒரு ப்ரீ டைமண்ட் கிளப் என்கிற அப்படிங்கிற ஒரு 100% பொருட்கள் உபயோகிக்கிற நபர்களை நம்முடைய அணியில கொண்டு வந்தாலே போதும், நம்முடைய இலக்குகள் எளிதாக அடைவதற்கான வாய்ப்பை நமக்கு RCM இந்த பொருட்கள் 100% ഉപയോഗിക്കുന്നതിന് മൂലമാகவே നമുക്ക് ഒരു അഴകാன വായ്പാக കൊടുത്തിരിക്കുകയാണ്. യെസ് സർ. പേൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ടീമിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട വിഷയം മാത്രമേ ഉള്ളൂ. ഒരു പേൾ പൊസിഷനിലെത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്റെ കണക്ക് കൂട്ടിൽ ഒരു 6 month കൊണ്ട് സുഖമായിട്ട് നമുക്ക് പേൾ ആവാൻ പറ്റും. ഒരു 50,000 ഏൺ ചെയ്യാൻ ആവറേജ് നമ്മൾ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു മാസം പെർ ഡേ വൺ പ്ലാൻ, ഒരു ദിവസം ഒരു പ്ലാൻ എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ 30 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 30 പ്ലാൻ കൊടുക്കാനും അതിലൊരു 10 പേരെങ്കിലും ഇന്നത്തെ RCMന്റെ ഒരു സ്ട്രക്ചർ, പ്രൊഡക്റ്റ്, സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജോയിനിങ് ആക്കാനും പറ്റും. ഈ 10 പേര് 1 monthൽ നമുക്ക് ടീമായിട്ട് കൊണ്ടുവരാൻ പറ്റി. ആ 10 പേരെ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത പ്രവർത്തനം അവരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ നെക്സ്റ്റ് മന്ത് അവരും ഒരു 30 പ്ലാൻ കൊടുത്ത് അവരിലൂടെ നമുക്ക് ആ 10 ഒരു വ്യക്തിയെ കൊണ്ട് ഒരു 10 ജോയിനിങ് എടുപ്പിച്ച് നമ്മളെ സ്ട്രെങ്ത് 100 ആക്കി 3ാമത് മാസം ആ 100 പേരെ കൊണ്ട് ഒരു ലിസ്റ്റ് ഇടിപ്പിച്ച് അവരെ കൊണ്ട് ഡെയിലി 1 പ്ലാൻ എങ്കിലും മിനിമം കൊടുപ്പിച്ച് ഒരു 30 ദിവസം കൊണ്ട് 30 പ്ലാൻ കൊടുപ്പിച്ച് അതിനൊരു 10 ജോയിനിങ് എടുത്ത് 3ാമത് മാസം ഈ 100 പേരിൽ നിന്ന് 10 ജോയിനിങ് കൊണ്ടുവന്ന് 1000 ജോയിനിങ്ങിലൂടെ നമുക്ക് സുഖമായിട്ട് പേളാവാൻ പറ്റും. ഈ 1000 പേര് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തന്നെ 2000 രൂപയുടെ പർച്ചേസ്, 20 lakhന്റെ പർച്ചേസ് നടക്കും. ആ ഒരു 10 lakhന്റെ PV നമുക്ക് കിട്ടും. ഇത്ര സിമ്പിൾ പ്ലാനാണ്. അതിലൂടെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഉയർന്നു പോകാം. ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് ടീമിനെ പഠിപ്പിക്കണം. സ്റ്റാർ പേൾ 1 lakh rupees, എമറാൾഡ് 1.75 lakh, സ്റ്റാർ എമറാൾഡ് 2.25, 2.25 ലക്ഷം രൂപ മന്ത്ലി, റൂബി 3.5 ലക്ഷം, സ്റ്റാർ റൂബി 5 ലക്ഷം, സഫയർ 10 ലക്ഷം, സ്റ്റാർ സഫയർ 15 ലക്ഷം, ഡയമണ്ട് 30 ലക്ഷം. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു 3 year കൊണ്ട് സുഖമായിട്ട് നമുക്ക് ഡയമണ്ട് ക്വാളിഫൈ ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ ഒരു വിഷൻ ഉള്ള ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം.
100% പ്രൊഡക്റ്റീവ് യൂസർ ആവണം. അവരെ കൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ വീക്ക്ലി മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യിപ്പിക്കണം. നമ്മളെ പിക്കപ്പ് സെന്ററുകളിൽ ഹോം മീറ്റിങ്ങുകൾക്ക് വളരെ വലിയ പ്രാധാന്യം കൊടുക്കണം. നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി ജോയിൻ ചെയ്ത് വിത്തിൻ 48 hours നമുക്ക് അവരുടെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. ഈ ഹോം മീറ്റിംഗ് കൊടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നമ്മൾ ഒരു 7 days ടൈം കൊടുക്കുക. ഈ 7 days ടൈമിനുള്ളിൽ അവർ ഹോം മീറ്റിംഗ് കമ്പൽസറി നടത്തിയിരിക്കണം. 7 daysനുള്ളിൽ ഹോം മീറ്റിംഗ് നടത്താൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ആ ടീമിനെ കൂടെ നമുക്ക് പിന്നെ വേണ്ട രീതിയിൽ നമുക്ക് പ്രവർത്തന സജ്ജമാക്കാൻ പറ്റില്ല. മീറ്റിങ്ങുകളിൽ ദി കിങ് ഓഫ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഹോം മീറ്റിംഗ് തന്നെയാണ്. നമ്മളുടെ ടീമുമായിട്ട് ഒരു പേഴ്സണലി ഇന്ററാക്ട് ചെയ്യാനും അവരെ കറക്റ്റായിട്ട് അവരെ കാര്യങ്ങൾ പഠിപ്പിക്കാനും അവർക്ക് കൃത്യമായിട്ടുള്ള നോളജ് കൊടുക്കാനും ആ ഫാമിലിയെ 100% RCMലേക്ക് കൊണ്ടുവരാനും ഹോം മീറ്റിങ്ങുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഹോം മീറ്റിങ്ങിലൂടെയാണ് ബിസിനസ് വളർത്തിയെടുക്കേണ്ടത്. വീക്ക്ലി പിക്കപ്പ് സെന്ററിലെ മീറ്റിംഗ് നമ്മൾ പോയി നമ്മളെ ടീമിലെ ആളുകൾ വീക്ക്ലി നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ പോയി ആളുകളെ കണ്ട് പ്രസന്റ് ചെയ്തിട്ട് അവരൊരു പുതിയ മുഖത്തെ പരിചയപ്പെടുത്താൻ വീക്ക്ലി മീറ്റിംഗിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതിന് പിക്കപ്പ് സെന്ററുകളിൽ നമുക്കൊരു ചാൻസ് അവസരങ്ങൾ ഉണ്ടാക്കാം. മന്ത്ലി ഒരു ഹോൾ മീറ്റിംഗ് കമ്പൽസറി നമ്മൾ ലീഡേഴ്സ് അറേഞ്ച് ചെയ്യണം. ആ പ്രോഗ്രാമിൽ നമ്മൾ മാക്സിമം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളൊരു സ്ട്രെങ്തി ഒരു എക്സൈറ്റഡ് പ്രോഗ്രാം ആക്കി നമുക്കത് മാറ്റാൻ പറ്റണം. എങ്കിൽ നമുക്ക് സക്സസ് ഉറപ്പാണ്. ഓവർ ടു യു രാജ് സർ. ஸோ இப்போ சொன்னதுல ஒரு ரொம்ப முக்கியமான ஒரு விஷயம் என்னன்னா, ஒரு பேர்ல் பின் அப்படிங்கிறது RCMல வந்து குறைந்தது வந்து ஒரு 6 மாசத்துல நம்மளால வந்து அடைய முடியும் அப்படிங்கிறது தான். ஏன்னா இன்னைக்கு இருக்கிற அந்த ஒரு நிலைமைப்படி பாத்தீங்கன்னா, ஒரு நபர் வந்து ஒரு நாளைக்கு ஒரு பிளான் ஒரு நபர்கிட்ட சொல்றாரு அப்படின்னா 30 நாட்கள் 30 நபர்கிட்ட பிளான் சொன்னாலே போதும். அதுல ஒரு மாதம் நமக்கு 10 பேர் கிடைச்சாலே போதும், நம்முடைய இந்த லட்சியத்தை எளிதாக அடைய முடியும். இந்த 10 நபர் அடுத்த மாதம் இதே மாதிரி 30 பேர்கிட்ட போயிட்டு பிளான் சொல்லும் போது ஒரு நபருக்கு 10 நபர் அப்படின்னா அந்த மாதம் 2வது மாதமே நம்முடைய அணியில 100 நபர்கள் வந்து வருவதற்கான வாய்ப்பு இருக்கு. 3வது மாதம் இந்த 100 நபர்களும் போயிட்டு 30 பேர்கிட்ட பிளான் சொல்லும் போது அவங்கள்ட்ட ஒரு 10 பேர் புதிதாக ஜாயின் பண்ணாங்கன்னா 1000 பேரை 3வது மாதத்துல கொண்டு வந்தாலே போதும். இந்த 1000 பேரும் நமக்கு சொன்ன கம்பெனி சொல்ல தகவல் படி வெறும் 2000 ரூபாய்க்கு பொருட்கள் பர்ச்சேஸ் செய்தாலே இந்த 20 லட்சம் ரூபாய்க்கான பிசினஸ் நமக்கு நடக்கும். எளிதாக இந்த பேர்ல் பின் நம்மளால அடைய முடியும். சோ பேர்ல் பின் மட்டும் இல்ல, அதுக்கு அடுத்தடுத்த பின்னான ஸ்டார் பேர்லுக்கு வந்து மாதம் 1 லட்சத்துல இருந்து எமரால்டு 1,75,000 லட்சமும், அதுக்கப்புறம் பாத்தீங்கன்னா ஸ்டார் எமரால்டுக்கு 2.25 லட்சமும், ரூபிக்கு வந்து 3.5, அதுக்கப்புறம் பாத்தீங்கன்னா ஸ்டார் ரூபி 5 லட்சமும், சஃபயர் ஸ்டார் சஃபயருக்கு 15 லட்சம், அப்புறம் பாத்தீங்கன்னா டைமண்டுக்கு 30 லட்சமும் இன்னைக்கு வருமானம். இந்த டைமண்டை வந்து பாத்தீங்கன்னா மினிமம் ஒரு 3 வருடங்கள்ல வந்து எளிதாக அடையக்கூடிய பிளான் நம்முடைய RCMல இருக்குது. அப்போ இதுக்கு என்ன பண்ணும் அப்படின்னு பாத்தீங்கன்னா, நம்முடைய அணியில வரக்கூடிய அந்த நமக்கு அணிக்கு வந்து ஒரு மிகப்பெரிய ஒரு நோக்கம் இருக்கணும், விஷன் இருக்கணும். அந்த விஷனோட இருக்கிற டீமை நம்ம அதை எப்படி அப்ரோச் பண்ணணும்? புதிதாக வரக்கூடிய நபர்களை வந்து நம்ம பியூசில கூட்டு போயிட்டு பர்ச்சேஸ் பண்ண வச்சு அங்க நடக்கிற மீட்டிங்லையும் அவங்க இணைந்த 7வது நாள்ல அவங்க வீட்டுல ஒரு ஹோம் மீட்டிங் நடத்திருக்கணும். அப்போ ஒரு புதிதாக இணைந்த ஒரு நபர் 7வது நாள் அவர் வீட்டுல ஹோம் மீட்டிங் நடத்துறதுக்கான வாய்ப்பை உருவாக்கி கொடுத்து அதை பண்ண வைக்கணும். அப்படி அந்த நபர் பண்ணல அப்படின்னா அந்த டீம் வளர்றதுக்கான வாய்ப்பை நாம் உருவாக்கி கொள்ளுக்காம நம்ம வந்து விட்டு விடுறோம் அப்படிங்கிறது அதற்கான உண்மையான நிலைமை. அப்போ ஹோம் மீட்டிங், அதாவது ஹிங் ஆஃப் மீட்டிங் அப்படின்னா எது சொல்றாங்க? ஹோம் மீட்டிங். அப்போ ஹோம் மீட்டிங்ல நம்ம எந்த அளவுக்கு நம்ம போக்கஸ் பண்றோமோ அந்த குடும்பம் அந்த ஹோம் மீட்டிங்ல அந்த நபருக்கு நம்முடைய பொருட்கள் பத்தின தரமும் பொருட்களுடைய அறிவும், அதாவது இதனுடைய எதிர்காலம் என்ன, இப்படி எல்லா தகவலும் அந்த வீட்டுல இருக்கக்கூடிய குடும்பத்துக்கே RCM பத்தின எல்லா தகவலும் புரிய வச்சு அவங்க இதுல முன்னேறி வருவதற்கான வாய்ப்பு வந்து இந்த ஹோம் மீட்டிங் மூலமா தான் இருக்குது. அப்போ ஹோம் மீட்டிங் தான் நமக்கு ஒரு மிகப்பெரிய இது. சோ அப்போ நமக்கு மிகப்பெரிய தேவையான என்னன்னா, இந்த நபர்கள் வந்து நம்ம அக்கம் பக்கம் கூடிய நபர்களை வந்து அவங்கள்ட்ட ஒரு இன்விடேஷன் கொடுத்து நம்முடைய வாரத்துக்கு ஒருக்க நம்முடைய பியூசி மீட்டிங்ல உட்கார வச்சோம் அப்படின்னா அங்கேயும் வியாபாரத்தை வளர்க்க முடியும். அதன் மூலமாக மாதத்துக்கு ஒரு ஹோம் மீட்டிங் நடத்தும் போது பல அளவுல நம்ம எதிர்பார்க்கக்கூடிய அந்த நோக்கமான விஷயம் நமக்கு எளிதாக அடைவதற்கு இந்த ஹோம் மீட்டிங் என்பது பெரிய அளவுல நமக்கு வந்து ஒரு கருவியாக இருப்பதனால ஹோம் மீட்டிங் மேல நம்ம முக்கியத்துவம் செய்து பண்ணோம் அப்படின்னா நம்முடைய அதாவது நம்ம சொல்லக்கூடிய இந்த ரூபி அப்படிங்கிற அதாவது பேர்ல் அப்படிங்கிற பின்ன എളിதாக நம்ம അടയ முடியும். യെസ് സർ. നമുക്കൊരു ചെറിയ വീഡിയോ കാണാം, ശ്രദ്ധിച്ച് കാണാം, എല്ലാവരും നോക്കി കാണണം. എന്നിട്ട് നമുക്ക് ഇതിനെ കുറിച്ചൊരു അഭിപ്രായം നിങ്ങൾ പറയണം. Going to another parent. Milo's going to a different house.
touch it, Lila. Lila, baby. Just touch it right there. Lila. No. 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 I beg you. Come on. You're telling me. Come on. Come on. Nobody wants to come here. Hey, no. Lila. Are you kidding me? Lila, no. Lila, no. Wait. 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 Oh, my. ചില ആളുകൾ ഇങ്ങനെയാണ്. നിങ്ങൾ ഈ വീഡിയോ വളരെ കറക്റ്റായിട്ടും വ്യക്തമായിട്ടും നിങ്ങൾ കണ്ടു കാണും. നമ്മൾ എടുത്തു ചാടി പുറപ്പെടാൻ ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാവും. പക്ഷെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. സഹായിക്കാൻ എത്ര ലീഡർമാരുണ്ടായിട്ടും സിസ്റ്റം ഉണ്ടായിട്ടും അതുപോലെ തന്നെ കമ്പനി ഉണ്ടായിട്ടും ഒന്നും കാര്യമില്ല. പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പുറമെയാണ്. പാർസിയം എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ 2005 ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് കടപ്പാട് എൻ്റെ ഇമ്മീഡിയറ്റ് അപ്ലൈൻ മുർസാർ, അദ്ദേഹം സഫയറാണ്. അതുപോലെ തന്നെ അതിന്റെ മേലെയുള്ള നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ ലെജൻഡ് ഗോപകുമാർ സാർ. എന്തുകൊണ്ടാണ്? രണ്ടുപേരും ആർസിഎമ്മിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. സഹായിക്കാനോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. കമ്പനി ഇല്ല, സിസ്റ്റം ഇല്ല, ലീഡേഴ്സ് ഇല്ല, ഒന്നുമില്ല. എല്ലാം നമ്മളായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമ്മൾ രാജസ്ഥാനിൽ പോയി പ്രൊഡക്റ്റ് കൊണ്ടുകൊണ്ട് കേരളത്തിൽ ഷോപ്പ് ഇട്ടിട്ട് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. മീറ്റിങ്ങുകൾ വേണോ? നമ്മൾ സിസ്റ്റം പഠിച്ചു, നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ പഠിച്ചു, നമ്മൾ പ്ലാൻ പഠിച്ചു, നമ്മൾ പറഞ്ഞു കൊടുത്തു. മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യണോ? നമ്മൾ ഹോള് കണ്ടുപിടിച്ചു, നമ്മൾ മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്തു, നമ്മൾ വിളിച്ചു കൂട്ടി. ഷോപ്പിൽ വന്നോ? അവിടെ വീക്ക്ലി മീറ്റിങ്ങുകൾ വേണോ? നമ്മൾ അറേഞ്ച് ചെയ്തു, നമ്മൾ ചെയ്തു, നമ്മൾ പഠിച്ചു, നമ്മൾ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഒരു ഫാസ്റ്റ് കോർ ലീഡർ ആയിട്ട് മാറി. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പ്രൊഡക്റ്റ് ഇഷ്ടമാതിരി. അന്ന് 2005 ആർസിഎമ്മിൽ റോയൽറ്റി ആവാൻ ഒരു സൈഡിൽ 3.5 ലക്ഷവും 1.15 വേണം. ഉൽപ്പന്നങ്ങൾ 30 എണ്ണം മാത്രമേ ഉള്ളൂ. ഇന്ന് 4000 5000 പ്രൊഡക്റ്റിനോടത്തും ടാർഗറ്റിൽ ഒരു വ്യത്യാസവും ഇല്ല. 3.5 ലക്ഷവും 1.15 വന്നാൽ റോയൽറ്റി ആവും. അന്ന് റോയൽറ്റി ആയാൽ 15000 16000 കിട്ടും. ഇന്ന് റോയൽറ്റി ആയാൽ ഗോൾഡിൽ തന്നെ നമുക്ക് 25000 28000 29000 30000 കിട്ടും. കാരണം പ്ലാനിൽ അത്രയും വലിയ വ്യത്യാസങ്ങൾ വന്നു. എന്നിട്ടും അച്ചീവ്മെന്റ് വളരെ ഡിലേ ആയിട്ട് പോകണു. വൈ? കൃത്യമായിട്ടുള്ളൊരു ഫോക്കസ് ഇല്ല. ചാടി ഇറങ്ങുന്നത് പോലെയല്ല. വളരെ സിമ്പിൾ ആണ് ആർസിഎം, പക്ഷെ അത്ര ഈസി അല്ല ആർസിഎം. എന്തുകൊണ്ടാണ്? സിസ്റ്റം പഠിക്കുന്നില്ല, ഫോക്കസ് ഇല്ല, ലക്ഷ്യമില്ല, ആളുകൾക്ക് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹമില്ല, സഹായിക്കാൻ ആളുകൾ ഒരുപാടുണ്ട്. അതൊക്കെ അവർക്ക് തളർച്ചയ്ക്ക് ഓരോ കാരണങ്ങളായിട്ട് മാറുന്നു. സഹായം ഉണ്ടാവരുത്, അപ്പോഴാണ് തളർച്ച കുറയുക. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാ മീറ്റിങ്ങിലും ഒരു കഥ. ഒരു അധ്യാപകനും ഒരു കർഷകനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടില്. അധ്യാപകന്റെയും കർഷകന്റെയും വീട്ടില് അവർ രണ്ടുപേരും ഒരുമിച്ച് 2 പ്ലാത്തൈ കുഴിച്ചിട്ടു. പ്ലാവ് ചക്ക ഉണ്ടാവുന്ന പ്ലാവ് 2 പ്ലാത്തൈ കുഴിച്ചിട്ടു. അധ്യാപകൻ രാവിലെ സ്കൂളിൽ പോവും. ഈ പ്ലാത്തൈക്ക് വേണ്ട രീതിയിൽ സംരക്ഷിക്കാനോ വളമിട്ട് കൊടുക്കാനോ വെള്ളം ഒഴിച്ചു കൊടുക്കാനോ അയാൾക്ക് സമയമില്ല. പക്ഷെ കർഷകൻ എല്ലാ ദിവസവും ഇതിന് വേണ്ട വണ്ണം വളമിട്ട് കൊടുക്കും, വേണ്ട വണ്ണം അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. കർഷകന്റെ വീട്ടിലെ പ്ലാവ് അങ്ങനെ തടിച്ച് കൊഴുത്ത് മുഴുത്ത് വിത്തിൻ 2 ഇയർ അത് ഇഷ്ടമാതിരി ചക്ക ഉണ്ടാവാൻ തുടങ്ങി. പക്ഷേ അധ്യാപകന്റെ വീട്ടിലെ പ്ലാവിൽ ചക്കയില്ല. അത് ഞാലിയായിട്ട് അങ്ങനെ ചെറുതായിട്ട് മെലിഞ്ഞുണങ്ങി അങ്ങനെ വളർന്നു. മരിച്ചു പോയില്ല, വളർന്നു പോയി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ആളുകൾ കളിയാക്കാൻ തുടങ്ങി അധ്യാപകനോട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്ലാവ് വെച്ചല്ലേ, കർഷകന്റെ വീട്ടിലെ പ്ലാവ് നോക്കുക, അതിൽ ചക്ക ഉണ്ടാവാൻ തുടങ്ങി. എന്തൊരു തടി, എന്തൊരു മുഴുപ്പ്, എന്തൊരു വലിപ്പം. അധ്യാപകനെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ ശക്തമായ മഴയും കാറ്റും വന്നു. പിറ്റേ ദിവസം ജനങ്ങൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ കർഷകന്റെ വീട്ടിലുള്ള ആ വലിയ പ്ലാവ് കടപുഴകി കർഷകന്റെ വീടിന് മുകളിലേക്ക് മറിഞ്ഞു കൊണ്ടിരിക്കുന്നു. അധ്യാപകന്റെ വീട്ടിലേക്ക് ജനങ്ങൾ നോക്കിയപ്പോൾ അവിടെയുള്ള പ്ലാവ് അതേമാതിരി ഉണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. എന്താ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചേ? ഈ കർഷകൻ എല്ലാ ദിവസവും അതിനാവശ്യമുള്ള വളവും ഭക്ഷണവും വെള്ളവും ഒക്കെ അതിന്റെ മുരട്ടെത്തിച്ചു കൊടുക്കും. അതുകൊണ്ട് ആ പ്ലാവിന്റെ വേരൊന്നും ഭൂമിക്ക് അടിയിലേക്ക് ഇറങ്ങിപ്പോയില്ല. അത് യഥേഷ്ടം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ പ്രതിബന്ധം വന്നപ്പോഴേക്കും അത് കടപുഴകി വീണു. അധ്യാപകന്റെ വീട്ടിലുള്ള പ്ലാവിന് ഒന്നും കൊടുക്കൂല. അപ്പൊ അതിന്റെ ഭക്ഷണം തേടി അതിന്റെ വേരുകൾ ഭൂമിയുടെ പല ഭാഗത്തേക്കും ആഴ്ന്നിറങ്ങി അതിന് നല്ല രീതിയിലുള്ള ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തു. ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള കൽപ്പ് അതിനുണ്ടായി. സാവധാനം അത് വളർന്ന് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിന്മേൽ ഇഷ്ടംമാതിരി ചക്കയുണ്ടായി. ഈ കർഷകന്റെ വീട്ടിലെ പ്ലാവ് അപ്പോഴേക്കും കംപ്ലീറ്റ് മുറിഞ്ഞു വീണ് അത് മരിച്ചു പോയിരുന്നു. എന്ന് പറയും പോലെ നമുക്ക് സഹായങ്ങളും സൗകര്യങ്ങളും കൂടുമ്പോൾ ചെറിയൊരു പ്രതിസന്ധി വന്നാൽ വരെ നമ്മൾ പ്രതിഷേധിക്കും.
ലീഡർ അത് ചെയ്തു തന്നില്ല, കമ്പനി ഇത് ചെയ്തു തന്നില്ല, ആ ഉൽപ്പന്നത്തിന് ആ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, ഈ പ്രശ്നം ഉണ്ടായിരുന്നു, ആ പ്ലാൻ ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനത്തെ സിസ്റ്റം വന്നു, പഴയതായിരുന്നു നന്നായിരുന്നത്, പുതിയത് മോശമായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളാണ്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ പോസിറ്റീവായിട്ട് നോക്കിക്കാണുകയും ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ആ പ്രതിസന്ധി ഒരു ചവിട്ടുപടിയായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്താൽ അച്ചീവ്മെന്റ് നമ്മുടെ കൂടെ വരും. അത് തന്നെയാണ് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഡ്രീം വേണം, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് വേണം എന്ന് ഞാൻ പറയാൻ കാരണം. നമ്മൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, കൃത്യമായി ഫോക്കസോട് കൂടി നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലെത്തണം. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇറങ്ങിയാൽ നമ്മൾ അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലെത്തണം. അതിന്റെ മുന്ന് എന്ത് പ്രതിസന്ധികൾ വന്നാലും തിരിഞ്ഞോടരുത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആർക്കും RCM എന്ന് പറയുന്ന ഈ മഹത് പ്രസ്ഥാനത്തിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഈ ഡിസംബർ മാസം നമ്മളെ വിട പറയുമ്പോൾ 2024 ഏറ്റവും വലിയ നേട്ടം കൊയ്യുന്ന ഒരു വർഷമായിട്ട് നമുക്ക് ഈ ഡിസംബറിനെ മാറ്റണം, ഡിസംബർ മാസത്തെ മാറ്റണം, 2024 മാറ്റണം. 2025 നമ്മൾ അങ്ങനെ വേണം വരവേൽക്കാൻ. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ലെവല് 1 or 2 ഉയർത്തിക്കൊണ്ട് വേണം അടുത്ത വർഷത്തെ നമ്മൾ വരവേൽക്കാൻ. RCMന്റെ സിൽവർ ജൂബിലി ഇയറിൽ TCGയുടെ കയ്യിൽ നിന്ന് ഡൽഹി ആനിവേഴ്സറിയിൽ പോയി ഒരു ട്രോഫി വാങ്ങുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിന് വരാൻ പോകുന്ന 9 മാസം നമ്മുടെ ലൈഫിൽ ധാരാളം മതി. അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇന്ന് തൊട്ട് ഒരു പ്ലാനെങ്കിലും ഒരാൾക്ക് കൊടുക്കാതെ പോകരുത്. ഫ്രഷ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്ക് ഒരു മാസം 30 പ്ലാൻ കൊടുത്ത് 10 പേരെ ജോയിൻ ചെയ്യിപ്പിച്ച് ആ 10 പേരെ കറക്റ്റായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അവരെ കൊണ്ട് 30 പ്ലാൻ കൊടുപ്പിച്ച് 100 ജോയിനിങ് എടുത്ത് ആ 100 പേരെ കറക്റ്റായിട്ട് സിസ്റ്റം പഠിപ്പിച്ച് ഹോം മീറ്റിംഗ് കൊടുത്ത് ആ 100 പേരിൽ നിന്ന് ഒരു 10 ജോയിനിങ് ഒരു മാസം കൊണ്ടെടുത്താൽ 1000 ജോയിനിങ്ങിലൂടെ 3 മാസം കൊണ്ട് നമുക്ക് പേളാവാൻ പറ്റും. 3 മാസം നീണ്ടുപോയി 5 ആയാലും കുഴപ്പമില്ല, 6 ആയാലും കുഴപ്പമില്ല, 3 മാസത്തെ ടാർഗറ്റ് നിങ്ങൾ വർക്ക് ചെയ്താൽ റിസൾട്ട് 9 മാസം കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിലും 9ാമത്തെ മാസം നിങ്ങൾ പേളായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഈ വരുന്ന ആനിവേഴ്സറിയിൽ കമ്പനിയുടെ ആനിവേഴ്സറി സ്റ്റേജിൽ കയറി ഒരു ട്രോഫി വാങ്ങുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. അതിനുള്ള പ്രവർത്തനമായിരിക്കണം. അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആവരുത്. പണം പോയാൽ നമുക്ക് പണം തിരിച്ചു പിടിക്കാം, ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോയാൽ നമുക്ക് തിരിച്ചു കിട്ടില്ല. ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ്. ഈ ഷോർട്ട് ടൈമിനുള്ളിൽ നല്ല രീതിയിലുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ തലമുറകൾക്ക് ജീവിക്കാനുള്ള വരുമാനം RCMലൂടെ നമുക്ക് കിട്ടുന്ന ഒരു പൊസിഷൻ ഉണ്ടാക്കുക, അതിലൂടെ ഏർണിങ്സ് ഉണ്ടാക്കുക, ജീവിതം എൻജോയ് ചെയ്യുക. ഓൾ தி பெஸ்ட். ஜெய் RCM everybody. சார், இப்ப இந்த வீடியோல வந்து சார் நமக்கு ஒரு அற்புதமான ஒரு தகவல் சொல்லியிருக்காங்க. என்ன அப்படின்னா, ஆரம்பத்துல நம்ம கூட எல்லாருமே வருவாங்க. ஆனா கடைசியில பார்க்கும்போது வந்து பாத்தீங்கன்னா உண்மையிலேயே வெற்றி பாதையில போறவங்க வந்து ரொம்ப கம்மியான ஆளுகளாக தான் இருப்பாங்க. காரணம் என்ன அப்படின்னா, இன்னைக்கு எல்லாருக்குமே வந்து பாத்தீங்கன்னா நம்ம கூட எல்லாருமே சேர்ந்து இருக்கிறாங்க அப்படின்னு நம்ம வந்து வீட்டுல வந்து ஒரு செல்ல பிள்ளையை வளர்க்கும் போது அந்த குழந்தைக்கு எல்லாமே கிடைக்கும் போது அந்த வாய்ப்புகளை தேடி போறதுக்கான அந்த எண்ணம் குழந்தைக்கு வராது. அதே மாதிரிதான் ஆரம்ப காலத்துல நம்முடைய சுஜித் சார் வந்து இருக்கும்போது அவருக்கு வந்து பாத்தீங்கன்னா அப்ளைன் சார் நம்முடைய மூர்த்தி சார் இருந்தாங்க, அப்புறம் த கிரேட் நம்முடைய கோபகுமார் சார் எல்லாம் இருந்தாங்க. சோ இருந்தாலும் அவருக்கு அந்த காலகட்டத்துல வந்து பாத்தீங்கன்னா லீடருடைய அந்த ஒரு பெரிய ஒரு உதவிங்கிறது குறைவாக இருந்தது. ஏன்னா ஒவ்வொரு வேற வேற இடத்துல இருந்தாங்க. அந்த நேரத்துல வந்து பாத்தீங்கன்னா ஒரு PUC உருவாவதற்கான ஒரு முயற்சியாக இருக்கட்டும், இல்லைன்னா ஒரு ஹோம் மீட்டிங் நடத்துவதற்கு முயற்சியாக இருக்கட்டும், இல்ல ஒரு PUCல சேல்ஸ் நடத்துவதா இருக்கட்டும், இல்லைன்னா நிறைய பேரை கூப்பிட்டு ஒரு ஆடிட்டோரியத்தை எடுத்து அந்த மீட்டிங் நடத்துக்கான வாய்ப்பாக இருக்கட்டும், இதை எல்லாமே தானே தெரிந்து கொண்டு தானே முயற்சி செய்ததன் ஒரு விளைவாகத்தான் இன்னைக்கு வந்து பாத்தீங்கன்னா ஒரு மிகப்பெரிய ஒரு பிசினஸ் வந்து இன்னைக்கு RCMல சவுத் இந்தியால உருவாக்கி இருக்காரு. அதற்கு காரணம் என்னன்னா தன்னுடைய முயற்சி, விடாமுயற்சி, போக்கஸ். அதாவது எந்த ஒரு சப்போர்ட் இல்லைனாலும் என்னால அதை செய்ய முடியுங்கிற அந்த ஒரு போக்கஸோட அவர் இருந்ததுனாலதான் அந்த ஒரு வாய்ப்பு. ஏன்னா இன்னைக்கு நிறைய வாய்ப்புகள் வந்துருச்சு. அன்னைக்கும் பாத்தீங்கன்னா ஒரு ராயல்டி அப்படின்னு பாத்தீங்கன்னா ஒரு பக்கம் 3.5 லட்சமும் ஒரு பக்கம் 1.25 தான். இன்னைக்கும் அதே லெவல் தான். ஆனா அன்னைக்கு 36 பொருட்கள், இன்னைக்கு 3000க்கும் மேற்பட்ட பொருட்கள் வந்தாலும் இன்னைக்கு நிறைய பேரால அந்த நிலைமைக்கு வர முடியல. காரணம் என்ன அப்படின்னா, எனக்கு நிறைய லீடர்ஸ் உதவி பண்றாங்க, எல்லாமே எனக்கு கிடைக்குது, எல்லா வசதி வாய்ப்புகளும் எனக்கு இருக்குதுங்கிறப்ப அவங்களால முயற்சி போக்கஸ் பண்ணக்கூடிய நிலைமைக்கு இன்னைக்கு அவங்களுக்கு மனோநிலை இல்லை. அதற்கு ஒரு அழகான உதாரணம் அப்படின்னு பாத்தீங்கன்னா ஒரு கதை மூலமா நம்ம சொல்ல முடியும். அந்த கதை என்னன்னா, ஒரு ஆசிரியரும் ஒரு விவசாயி வந்து பாத்தீங்கன்னா அவங்க பக்கத்து வீட்டுல ஒரு பலா மரத்தோடைய செடியை வந்து நட்டு வச்சாங்க. இந்த ஆசிரியர் வந்து பாத்தீங்கன்னா இந்த செடியை வந்து கண்டுக்க மாட்டாரு, அது பாட்டுக்கு வளர விட்டுருவாரு. ஏன்னா அவரு வேலையில வந்து அவ்வளவு இதுவா இருந்ததுனால அவர் போயிடுவாரு. ஆனா இந்த விவசாயி கண்ணும் கருத்துமாக அந்த பலா செடியை வந்து தொடர்ந்து தண்ணி ஊத்தி உரம் போட்டு தொடர்ந்து வளர ஆரம்பிச்சோம். 2 வருஷத்துல பாத்தீங்கன்னா இந்த விவசாயியுடைய பலாமரம் பூத்து காய் கனியாகி பெரிய
பெரிய பழங்களாக வந்து பூத்து குலுங்கின. ஆனா பக்கத்து வீட்டுல இருந்த ஆசிரியருடைய அந்த மரம் பாத்தீங்கன்னா ரொம்ப ஒல்லியா வளர்ந்துட்டு இருந்தது. பாக்குறவங்க எல்லாம் இந்த ஆசிரியருடைய பலா மரத்தை ரொம்ப கேலி பண்ண ஆரம்பிச்சிட்டாங்க. இவருடைய இதுல பாத்தீங்கன்னா அவ்வளவு பலாப்பழங்கள் இருந்தது. ஆனா ஒரு காலகட்டத்துல என்ன ஆச்சு, ஒரு திடீர்னு வந்த ஒரு பலமான ஒரு காட்டுல என்ன ஆச்சு அப்படின்னு பாத்தீங்கன்னா, இந்த பலாமரம் அப்படியே சாய்ந்து இந்த விவசாயியுடைய வீட்டுல போய் விழுந்து, அதாவது பூத்து காய் கணித்து நல்லா நிறைய பழங்களை கொடுத்த அந்த மரம் அப்படியே சாய்ந்து விவசாய வீட்டு மேல விழுந்துருச்சு. ஆனா எதுவுமே தண்ணி ஊத்தாத, உரம் போடாத அந்த ஆசிரியருடைய பலாமரம் ஸ்ட்ராங்காக நின்னுது. அப்படின்னா இதனுடைய அர்த்தம் என்ன அப்படின்னா, இந்த பலாமரத்துக்கு எந்த விதமான வாய்ப்பையும் கொடுக்காம இவரே வந்து பேணி காத்து உரமும் தண்ணி போட்டதுனால அதனுடைய வேர்கள் ஆழமாக போகாம அங்கேயே அதை வாங்கினதுனால அதனுடைய வேர்கள் பலம் இல்லாம சாய்ந்து விழுந்துருச்சு. ஆனா ஆசிரியர் எந்த வித இதுவும் கொடுக்காதனால அந்த மரமே தானே வேற வந்து ஆழமா கீழே இறக்கி அதற்கான உணவை தேடினால அது எந்த காற்று வந்தாலும் நேராக விழாம சாயாம நின்னது. இப்ப பாத்தீங்கன்னா அந்த பலாமரத்துல நிறைய பழங்கள் வர ஆரம்பிச்சது. அதே மாதிரிதான் நம்முடைய அணியில இருக்கக்கூடிய ஒரு நபராக இருந்தாலும் சரி, அவருக்கு வாய்ப்புகள் வந்து கிடைக்கும் போது அந்த போக்கஸ் அப்படிங்கிற ஒரு எண்ணம் இருக்கணும். என்னுடைய அப்ளைன் வந்து அப்படி பண்ணல, எனக்கு ஹெல்ப் பண்ணல, அது பண்ணல, இது பண்ணலன்னு எந்த விதமான அந்த ஒரு குறைபாடும் சொல்லாம எந்த பிரச்சனை வந்தாலும் இந்த பிரச்சனை அடுத்த லெவலுக்கு நான் மேல போறதுக்கான ஒரு வாய்ப்பு அப்படின்னு யாரு வந்து நினைக்கிறாங்களோ அவங்கதான் தன்னுடைய லட்சிய பாதை அடைய முடியும். அதுக்குதான் அந்த குழந்தைகள் இருக்கக்கூடிய அந்த வீடியோ. அதுல எத்தனை குழந்தைகள் முன்னாடி போனாலும் கொஞ்சம் குழந்தைகள் பின்னாடி வந்துருச்சு. அப்போ எடுத்த காலம் முன் வச்சோம் அப்படின்னா அதை பின்வாங்க மாட்டேன். என்னுடைய லட்சிய பாதையை அடைஞ்சுதான் நான் வந்து என்னுடைய பாதையை நான் வந்து மேல போவேன் தவிர பின்வாங்க மாட்டேங்கிற எண்ணம் இருக்கிற நபர் தான் வாழ்க்கையில ஜெயிக்க முடியும். நமக்கு அப்படிப்பட்ட ஒரு வாய்ப்பு தான் ஒரு 3 மாதத்துல ஒரு பேழ் ஆகக்கூடிய ஒரு அற்புதமான வாய்ப்பு நமக்கு இருக்குது. அதற்கு மாதம் ஒரு 30 பேருக்கு பிளான் சொல்லி அந்த 10 நபர்கள் செல்ஃப் யூசரா மாறும்போது நமக்கு 3 மாதத்துல வந்து பாத்தீங்கன்னா ஒரு பேழ் அப்படிங்கிற ஒரு அற்புதமான ஒரு வாய்ப்பை நம்ம உருவாக்க முடியும். ஏன் அப்படின்னா வருகிற 9 மாதம் நமக்கு ரொம்ப ரொம்ப அற்புதமான மாதம். நம்முடைய டிசிஜி ஐயா கையால நம்ம பேழ் அப்படிங்கிற ஒரு பெரிய டிராபியை நம்ம வாங்குறதுக்கு நம்முடைய சில்வர் ஜூப்ளில நமக்கு ஒரு பெரிய வாய்ப்பு இருக்கு. அந்த வாய்ப்பை நாம வாங்குறதுக்கான ஒரு தருணம் இந்த 9 மாதம். இந்த 9 மாதமும் நாம சரியாம போக்கஸ் பண்ணி சரியாக நம்ம முயற்சி செய்து எந்தவித பின்னடையும் பற்றி யோசிக்காம லட்சிய பாதை மட்டுமே நமக்கு வந்து குறிக்கோளாக நம்ம வந்து முயற்சி செய்தோம் அப்படின்னா நாம எல்லாருமே வருகின்ற அந்த சில்வர் ஜூப்ளி மாதத்துல அந்த மேடையில ஏறி டிசிஜி ஐயால கையால அந்த ஒரு டிராபியை வாங்குறதுக்கான ஒரு வாய்ப்பு நமக்கு இருக்கு. சோ லட்சியம் ஒன்றே குறிக்கோளாக வைத்து எந்த பின்னடைவையும் பார்க்காம நம்முடைய முயற்சி கொண்டு நம்முடைய எதிர்காலத்தை நாம் உருவாக்குவோம். அப்படிப்பட்ட ஒரு நற்செய்தியை தான் நம்முடைய சார் இன்னைக்கு கொடுத்திருக்காங்க. தேங்க்யூ சார். അപ്പോ ഇന്നത്തെ പ്രോഗ്രാം ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഓവർ ടു യു രാജ് സർ. ഫിനിഷ് ക്ലോസ് എവരിബഡി. GRCM തമിഴ്നാടു, GRCM എവരിബഡി. Yes sir, thanks sir, thanks so much. Kamraj sir.